Hi, hello, good evening everyone, good evening. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ ചാപ്റ്റർ അല്ല, പഴയ ചാപ്റ്ററിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇറ്റ്സ് ഷാർപ്പ് 9:30 ആസ് യൂഷ്വൽ ആൻഡ് വി ആർ ബാക്ക് അഗെയിൻ വിത്ത് എ ന്യൂ ചാപ്റ്റർ അല്ലേ. നമ്മൾ പുതിയൊരു ചാപ്റ്റർ ആയിട്ടാണ്, പുതിയ ചാപ്റ്റർ അല്ല, ചാപ്റ്ററിൻ്റെ സെക്കൻഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. സോ ആരൊക്കെയാണുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞേടാ. ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, എനിക്കറിയാം. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഗ്രൂപ്പ്സിലൊക്കെ പറയുക ക്ലാസ് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുക. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ടുഡേ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഭാഗം അല്ലേ. നമ്മൾ ദൃശ്യത്തിൻ്റെ രണ്ടാം ഭാഗം, അതുപോലെ KGFൻ്റെ രണ്ടാം ഭാഗം എന്നൊക്കെ പറയുന്ന പോലെ റയോപ്റ്റിക്സിൻ്റെ കോറ് ആസ് സച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നാണ്. ഇന്ന് ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഒരു ഹെക്ടിക് ഷെഡ്യൂളാണ് എൻ്റെ മുന്നിലുള്ളത്. ഒരു 1.5 hours മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 1.45 hours, ഒരു 1.25 മണിക്കൂറാണ് എനിക്ക് മാക്സിമം എടുക്കാൻ പറ്റുക. അതിനുള്ളിൽ എനിക്ക് നിങ്ങൾക്ക് എന്ത് പറഞ്ഞു തരണം? റയോപ്റ്റിക്സിൻ്റെ റിഫ്രാക്ഷൻ, ലെൻസസ്, പ്രിസം, ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ദി ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹെക്ടിക് ആയിട്ടുള്ളൊരു ദിവസത്തിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോകാൻ പോകുന്നത്. ആൻഡ് ഐ നോ ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൾട്ട് അല്ലേ, കുറച്ച് ഡിഫിക്കൽട്ടാണെന്ന് അറിയാം. ബട്ട് നിങ്ങളെല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങും. ഓക്കെ ആണല്ലോ. സോ ആരൊക്കെ അവിടെ ഉള്ളത്? As usual, Sri Lakshmi is here, Sethu Lakshmi is here, Chinnu is here, Dalia is here, Mustafa is here, the Sharath is here, Sri Lakshmi, Sharath, Aromal, Chinnu, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ആൻഡ് മോർ പീപ്പിൾ ആർ ജോയിനിങ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ക്ലാസ് തുടങ്ങിയെന്ന് പറയാം. ഓക്കെ, സോ വി ആർ ജസ്റ്റ് സ്റ്റാർട്ടിങ് വിത്ത് ദി സെക്കൻഡ് പാർട്ട് ഓർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് റയോപ്റ്റിക്സ് അല്ലേ. സോ ടു ബിഗിൻ വിത്ത് ആസ് യൂഷ്വൽ വി ഗോട്ട് എ ബ്യൂട്ടിഫുൾ കോട്ട് ഹിയർ. എന്താ പറയുക, നമ്മളെപ്പോഴും പറയും അല്ലേ, നമ്മളെല്ലാവരും പഠിക്കുന്ന സമയത്തൊക്കെ എല്ലാവരും ചോദിക്കുന്ന ഒരു മെയിൻ കാര്യമാണ്, എടാ നീ ഇങ്ങനെ കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ, അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അവരൊക്കെ ചോദിക്കും, നിനക്കിങ്ങനെ കളിച്ച് നടക്കേണ്ട സമയമല്ലേ, 20 വയസ്സ് 18 വയസ്സ്, ഈ സമയത്തൊക്കെ ഞങ്ങൾ ട്രിപ്പ് പോവും, ഞങ്ങൾ മണാലി പോവും, അല്ലെങ്കിൽ ഡിഗ്രിക്ക് പോയി ആർട്സ് കോളേജിൽ പോയി അടിച്ച് പൊളിക്കണം. അപ്പോൾ MBBSന് കയറിയാലും നിനക്ക് എന്താ ഉള്ളത്, ഫുൾ പഠിക്കാനാണ്, ഒരുപാട് പഠിക്കൽ മാത്രമായിട്ടൊരു ജീവിതമാണ്, നിൻ്റെ ടീനേജ് ലൈഫ് പോയി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നിങ്ങളോടൊക്കെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി നമ്മൾ ചില സമയം മാറ്റി വയ്ക്കാൻ തുടങ്ങും. ഇപ്പം നിങ്ങളുടെ അച്ഛനും അമ്മേനെ സംബന്ധിച്ചറിയാം, അവർ നിങ്ങൾക്ക് വേണ്ടി എത്രയോ വർഷങ്ങൾ മാറ്റി വെച്ചു. നിങ്ങൾ ചെറുപ്പം തൊട്ടായി, നിങ്ങൾ ജനിച്ചപ്പോൾ തൊട്ട് ഒരു 5, 10, 15, 20 വയസ്സ് വരെ നിങ്ങളുടെ പിന്നാലെ നടക്കും. കാരണം എന്തിനാ? പിന്നെ നിങ്ങൾ അവരെ നോക്കും അല്ലേ. അതായത് എപ്പോഴും നമുക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചിലപ്പോൾ വളരെ കുറച്ച് സമയം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുള്ളൂ. ആ ഒരൊറ്റ ഹാർഡ് വർക്ക് കാരണം നിനക്ക് കിട്ടാൻ പോകുന്നത് ജീവിതകാലം മൊത്തം ഉള്ളൊരു ഫ്രീഡം ആയിരിക്കും അല്ലേ. അതേപോലെ ഒരു ഫ്രീഡം അച്ചീവ് ചെയ്യാണ് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. നിങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഡോണ്ട് ഹെസിറ്റേറ്റ് ടു സാക്രിഫൈസ് എ വെരി ഫ്യൂ ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു നീറ്റ് ക്രാക്ക് ചെയ്യുന്ന ഒരു വർഷം, അത് കഴിഞ്ഞ് MBBS അങ്ങനെ പോവും, അത് കഴിഞ്ഞ് PG കിട്ടാൻ വേണ്ടി അഗെയിൻ യു ഹാവ് ടു സ്റ്റഡി ഫോർ an ഇയർ, അങ്ങനെ ഒരു 2 വർഷം, അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ എണ്ണിയെടുക്കാവുന്ന ഒരു 3, 4, 5 വർഷത്തെ വെരി ഹാർഡ് വർക്ക് കുഡ് ലിറ്ററലി സെറ്റിൽ ഓൾ ദി പ്രോബ്ലംസ്, അല്ലെങ്കിൽ നിങ്ങളുടെ തലവര തന്നെ മാറ്റി മറിക്കാൻ സാധ്യതയുള്ള വർഷങ്ങളായിട്ട് അത് മാറും. മനസ്സിലായോടാ? അപ്പോൾ എനിക്ക് അതാണ് ഇന്നത്തെ ഒരു മെസ്സേജ് ആയിട്ട് പറയാനുള്ളത്. സോ സാക്രിഫൈസിങ് യുവർ ഗുഡ് ടൈംസ് സോ ദാറ്റ് ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് ബിക്കംസ് ദ ബ്യൂട്ടിഫുൾ വൺ അല്ലേ. ഓക്കെ, സോ അതാണ് പറയാനുള്ളത്. വിത്ത് ദാറ്റ് നോട്ട് വി ആർ ഗോയിങ് ഇൻ ടു ദി റയോപ്റ്റിക്സ് പാർട്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ കഴിഞ്ഞ ഭാഗം കാണാണ്ട് ആരെങ്കിലുമൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ബിക്കോസ് വി ആർ സ്റ്റാർട്ടിങ് എ ന്യൂ ടോപ്പിക് അല്ലേ. നിങ്ങൾക്ക് സുഖമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങൾ തന്നെയാണ് നമ്മളിനി എടുക്കാൻ പോകുന്നത്. സോ യു ഗൈസ് ക്യാൻ കോപ്പ് അപ്പ് വിത്ത് മീ. ഓക്കെ ആണല്ലോ. സോ ഇഫ് എനിബഡി ഹാവ് ടു കോൺടാക്ട് വിത്ത് മീ, എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനോ എന്ത് കാര്യം ഉണ്ടെങ്കിൽ, ഇഫ് യു ആർ ഫീലിംഗ് ലോ, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് റീച്ച് മീ വിയ ദി Instagram. സോ ദിസ് ഇസ് മൈ Instagram ഹാൻഡിൽ കേട്ടോ. ഓക്കെ ആണല്ലോ. സോ വി ആർ സ്റ്റാർട്ടിങ് ഇറ്റ്. ഓക്കെ ആണല്ലോ. സോ യു ക്യാൻ ആക്ച്വലി സീ എ സയൻറ്റിസ്റ്റ് ഹിയർ അല്ലേ. സയൻറ്റിസ്റ്റ് ആരാന്നറിയോടാ? റിഫ്രാക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സോ ദിസ് സയൻറ്റിസ്റ്റ് ഇസ് ബേസിക്കലി സ്നെൽ. ഓക്കെ ആണോ. സ്നെൽസ് ലോ എന്നൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, ആ സ്നെല്ലാണ്. ഇതൊന്നും നിങ്ങളുടെ എക്സാമിന് ചോദിക്കില്ല കേട്ടോ, ഒരു ലൈവാണ്. അപ്പോൾ കുട്ടികളെല്ലാവരും ഇരിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഇൻട്രാക്റ്റീവ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ്. ഓക്കെ ആണോ. സോ ദിസ് ഇസ് ബേസിക്കലി സ്നെൽ. ഓക്കെ ആണല്ലോ. ഫൈൻ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, സോ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ദി ടോപ്പിക് ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ ആണല്ലോ. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ പേസ്, ക്ലാസ്സിൻ്റെ പേസ് ലാസ്റ്റ് ക്ലാസ് വെച്ച് നോക്കുമ്പോൾ ഒരു പൊടിക്ക് കൂടുതലായിരിക്കും, വേറെ നല്ല ഒരുപാട് പോർഷൻ തീർക്കാനുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയായിരിക്കും പോകുക. ബട്ട് ഐ നീഡ് എ ലിറ്റിൽ മോർ പേസ്. ഓക്കെ, സോ നിങ്ങൾ അതിലൊന്ന് അഡ്ജസ്റ്റഡ് ആവണം എന്നാണ് പറയാനുള്ളത്. ആൻഡ് ഐ ഹൈലി റെക്കമെൻഡ് ഈ ഒരു സെഷനിൽ
നിങ്ങൾ എഴുതുന്നതിനേക്കാൾ കൂടുതൽ വേണമെങ്കിൽ നിങ്ങളുടെ മെയിൻ നോട്ട് മാറ്റി വെച്ചിട്ട് ഒരു റഫ് ബുക്ക് എടുത്തിട്ട് സാറ് പറഞ്ഞ ജസ്റ്റ് സ്ക്രിബിൾ ചെയ്തിടുക. അത് കഴിഞ്ഞിട്ട് ക്ലാസ് എല്ലാം കഴിഞ്ഞ് കം ബാക്ക് ടു ദിസ് ക്ലാസ് അഗെയിൻ ആൻഡ് റൈറ്റ് ഇറ്റ്. ഓക്കെ ആണല്ലോ? കാരണം നിങ്ങളിപ്പോൾ പോസ്റ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഞാൻ പോകുന്ന സ്പീഡും ഡയഗ്രാംസും എല്ലാം കൂടെ നിങ്ങൾക്ക് വരച്ചെത്തണം എന്നില്ല. ഓക്കെ ആണല്ലോ? അതാ പറയുന്നത്. ഇപ്പോൾ റഫായിട്ട് എഴുതി വയ്ക്കുക. അത് കഴിഞ്ഞ് യു ഗെറ്റ് ടൈം. ആ ടൈമിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ലൈവ് പിന്നെ എടുത്ത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാം. ഓക്കെ ആണല്ലോ? റിപ്പീറ്റേഴ്സിനുള്ള നോട്ടാണ്. കാരണം നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഇപ്പോൾ എടുക്കുന്നില്ല. നിങ്ങളുടെ ചാപ്റ്റർ ഇപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? സോ അതൊക്കെ കഴിഞ്ഞ് ഒപ്റ്റിക്സ് എത്തുമ്പോൾ യു ക്യാൻ കം ബാക്ക് ടു ദിസ് ക്ലാസ് അഗെയിൻ ആൻഡ് ക്യാൻ ലിസൺ ഇറ്റ് അഗെയിൻ. അപ്പോൾ 2 തവണ കേൾക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും ടോപ്പിക്കിനെ കുറിച്ച്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുതാൻ ടൈം ഉണ്ടാവും. യു ക്യാൻ പോസ് ഇറ്റ് ആൻഡ് റൈറ്റ്. ഓക്കെ. സോ റിഫ്രാക്ഷൻ. അപ്പോൾ എന്താണ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി റിഫ്ലക്ഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? റിഫ്ലക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയത്തിലേക്ക് തന്നെ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്ന ഫിനോമിനയാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സംശയമൊന്നുമില്ലല്ലോ? ഫൈൻ. റിഫ്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയത്തിൽ നിന്ന് ലൈറ്റ് വേറെ മീഡിയത്തിലേക്ക് കയറുകയാണ്. നിങ്ങൾ മനസ്സിലാക്കാം, എയറിലൂടെ തന്നെയാണ് ലൈറ്റ് പോകുന്നതെങ്കിൽ ലൈറ്റ് ഇങ്ങനെയാണ് ഇപ്പോൾ, വ്യത്യാസമൊന്നുമില്ല. ഓക്കെ ആണല്ലോ? പക്ഷേ ഒരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തിലേക്ക് മാറുന്ന സമയത്ത് ലൈറ്റിൻ്റെ പാത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഇതാണൊരു മീഡിയം എന്ന് വിചാരിക്കുക, ഇതിലേക്ക് ലൈറ്റ് വരികയാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദി നോർമൽ. യൂഷ്വലി ഇത് പോകേണ്ടത് ഇങ്ങനെയാണ്. ഓക്കെ, പക്ഷേ അപ്പുറത്തെ മീഡിയത്തിൻ്റെ നേച്ചർ അനുസരിച്ച് നമ്മളതിനെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ് പറയുക. ഓക്കെ ആണല്ലോ? സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്ന് ഞാൻ പറയും. ഓക്കെ, അതിൻ്റെ നേച്ചർ അനുസരിച്ച് ആ ലൈറ്റ് ആ നോർമലിൻ്റെ അടുത്തേക്ക്, യൂഷ്വലി ഇങ്ങനെയാണ് പോകേണ്ടത്, നോർമലിൻ്റെ അടുത്തേക്ക് വരികയോ നോർമലിന് അകന്നു പോകുകയോ ചെയ്യാം. ഓക്കെ ആണല്ലോ? ഇറ്റ് ക്യാൻ ഐദർ കം ടുവേർഡ്സ് ദി നോർമൽ ഓർ ഇറ്റ് ക്യാൻ ഗോ എവേ ഫ്രം ദി നോർമൽ. ഓക്കെ ആണല്ലോ? ഇതിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സോ ദ ചേഞ്ച് ഇൻ പാത്ത് ഓഫ് ദ ലൈറ്റ് ആസ് ഇറ്റ് മൂവ്സ് ഫ്രം വൺ മീഡിയം ടു അനദർ ഇസ് കോൾഡ് ആസ് റിഫ്രാക്ഷൻ. ഓക്കെ ആണല്ലോ? ഫൈൻ. ഇനി നമുക്ക് റിഫ്രാക്ഷനിലേക്ക് വരാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫോർ എനി റിഫ്രാക്ഷൻ കുറച്ച് കാര്യങ്ങൾ അറിയണം. ആദ്യത്തേതെന്ന് പറയുന്നത് ദിസ് ഈസ് ദ separation between the two media അല്ലേ? So this is the first medium, this is the first medium, this is the second medium അല്ലേ? This is the first medium and this is the second medium and light is entering from the first medium to the second medium, right? അപ്പോൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് what happens is ഒരു ആദ്യം ഫസ്റ്റത്തെ മീഡിയത്തിൽ വന്ന് തട്ടും. അതിനെയാണ് ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അതുപോലെ തന്നെ അതിന് തട്ടി ഇറ്റ് അണ്ടർഗോസ് റിഫ്രാക്ഷൻ അല്ലേ? ഇങ്ങനെ പോകേണ്ട റേ ഇങ്ങോട്ടായി അല്ലേ? സോ ദാറ്റ് ഈസ് ആക്ച്വലി എ ചേഞ്ച് ഇൻ പാത്ത്. ഓക്കെ ആണല്ലോ? അതിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ദിസ് ഈസ് ദ പോയിന്റ് ഓഫ് റിഫ്രാക്ഷൻ. അവിടെ വെച്ചിട്ട് റിഫ്രാക്ഷൻ സംഭവിച്ചാൽ അങ്ങനെ നിനക്ക് കിട്ടുന്ന റേയുടെ പേരാണ് റിഫ്രാക്റ്റഡ് റേ. ഓക്കെ ആണല്ലോ? ഫൈൻ. ഇനി ഇതിൽ അടുത്ത കാര്യം, ദ ആംഗിൾ ബിറ്റ്വീൻ ദ നോർമൽ ആൻഡ് ദ ഇൻസിഡൻറ്റ് റേ ഇസ് കോൾഡ് ആസ് ഇൻസിഡൻറ്റ് ആംഗിൾ ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ റിഫ്രാക്റ്റഡ് റേ ആൻഡ് ദി നോർമൽ ഇസ് കോൾഡ് ആസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ആദ്യത്തെ കാര്യം? ഫസ്റ്റത്തെ ലോ പറയുന്നത്, ഫസ്റ്റ് ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഇൻസിഡൻറ്റ് റേ, ദ റിഫ്രാക്റ്റഡ് റേ, the normal all lie in the same plane. Okay ആണല്ലോ? ഇൻസിഡൻറ്റ് റേ, റിഫ്രാക്റ്റഡ് റേ ആൻഡ് ദി നോർമൽ all lie in the same plane. ഓക്കെ ആണല്ലോ? അതാണ് ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യം, സ്നെൽസ് ലോ പറയുന്നത് ദ പ്രൊഡക്റ്റ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഞാൻ മ്യൂ എന്നാണ് യൂഷ്വലി പറയുക കേട്ടോ. സോ ആദ്യത്തെ മീഡിയത്തിന് μ1 ആണെന്ന് വിചാരിക്കാം. അവിടെ ഇൻസിഡൻറ്റ് ചെയ്യുന്ന ആംഗിൾ സൈൻ ഐ ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു μ2 sin r. ഓക്കെ ആണല്ലോ? ഇതാണ് സ്നെൽസ് ലോ എന്ന് പറയുന്നത്. μ1 sin i is equal to μ2 sin r. ദിസ് ഈസ് നോൺ ആസ് ദ സ്നെൽസ് ലോ. ഓക്കെ ആണല്ലോ? ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ലൈറ്റിന് അച്ചീവ് ചെയ്യാവുന്ന മാക്സിമം വെലോസിറ്റി 3 × 10⁸ m/s ആണ്. അത് അച്ചീവ് ചെയ്യുന്നത് അത് വാക്വത്തിലൂടെ പോകുമ്പോഴാണ്. ഓക്കെ ആണല്ലോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദിസ് ഈസ് ദ മാക്സിമം വെലോസിറ്റി, ഇതിൽ കൂടുതൽ പോകാൻ പറ്റില്ല. ഓക്കെ, ഇനി നമുക്ക് 2 മീഡിയം എടുക്കാം, 1, 2. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇതിൽ ഒരു മീഡിയത്തിലൂടെ ലൈറ്റിൻ്റെ സ്പീഡ് 2 × 10⁸ ആണ്, അടുത്തത് 1 × 10⁸ ആണ്. ഓക്കെ ആണല്ലോ? മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ഈ ഒരു വാക്വത്തിലൂടെ മാത്രമാണ് 3 × 10⁸ എന്ന് പറഞ്ഞൊരു സ്പീഡ് കിട്ടും. വേറെ ഏത് മീഡിയത്തിലൂടെ പോകുമ്പോഴും അതിൻ്റെ സ്പീഡിന് വ്യത്യാസം വരും. സോ ദ ലൈറ്റ് ഓഫ് ദ സ്പീഡ് ഈസ് ഡിപ്പെൻഡൻറ്റ് അപ്പോൺ ദ മീഡിയം. കാരണം അതിലുള്ള മോളിക്യൂൾസിന് അട്രാക്ഷൻ, മോളിക്യൂൾസിന് റിപ്പൽഷൻ ഒക്കെ കാരണം എനർജി പ്രൊപ്പഗേഷനിൽ വേരിയേഷൻ ഉണ്ടാവും. അതാണ് ഫാക്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ദർ ഈസ് സംതിങ് കോൾഡ് ആസ്
റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു സ്പീഡ് ഓഫ് ലൈറ്റ്, എത്ര സ്പീഡിൽ ലൈറ്റ് പോകും എന്നുള്ളതിൻ്റെ ഒരു മെഷറിനെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് ഡെൻസർ മീഡിയം ആൻഡ് ദർ ഇസ് റെയറർ മീഡിയം. ഓക്കെ ആണല്ലോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡെൻസറിനും റെയററിനും പറയണമെന്നുണ്ടെങ്കിൽ രണ്ട് മീഡിയം വേണം. ഓക്കെ ആണല്ലോ? ഒരു മീഡിയത്തിനെ സംബന്ധിച്ച് മറ്റേ മീഡിയം ഡെൻസറാണോ, അല്ലെങ്കിൽ ഒരു മീഡിയത്തിനെ സംബന്ധിച്ച് മറ്റേ മീഡിയം റെയറാണോ, അല്ലാണ്ട് എയർ ഇസ് എ റെയർ മീഡിയം എന്ന് എനിക്ക് എപ്പോഴും പറയാൻ പറ്റില്ല. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ വാട്ടർ ഇസ് എ റെയർ മീഡിയം എന്ന് എപ്പോഴും പറയാൻ പറ്റില്ല. കാരണം വാട്ടർ റെയർ ആവണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ഡെൻസറായ ഒരു മീഡിയം അപ്പുറത്ത് വെക്കണം. ഓക്കെ ആണല്ലോ? സോ ദാറ്റ് ഇസ് ദ തിങ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, വാട്ട് ഹാപ്പൻസ്, ഒരു ലൈറ്റ് ഡെൻസർ മീഡിയത്തിലൂടെ പോകുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കുറയും. അതുപോലെ തന്നെ റെയർ മീഡിയത്തിലൂടെ പോകുമ്പോൾ വെലോസിറ്റി കൂടുതലായിരിക്കും. പക്ഷേ ഒരിക്കലും വാക്വത്തിൻ്റെയാണ് മാക്സിമം വെലോസിറ്റി അത്രേ എത്തുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം ഇതിൽ വെലോസിറ്റി കുറവാണ്. സോ ദിസ് ഇസ് എ ഡെൻസർ മീഡിയം. ഇതിൽ വെലോസിറ്റി കമ്പയറിംഗ് ടു ദിസ് കൂടുതലാണ്, കമ്പയറിംഗ് ടു സെക്കൻഡ് മീഡിയം കൂടുതലാണ്. സോ ഇറ്റ് ഇസ് എ റെയർ മീഡിയം. ഓക്കെ ആണല്ലോ? ഫൈൻ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം പറയാം. ഇത് റെയർ മീഡിയം, ഇത് ഡെൻസർ മീഡിയം എന്ന് വിചാരിക്കാം. ഇങ്ങനെയാണ് ലൈന് കുത്തിയത്. ഓക്കെ, ഡെൻസർ മീഡിയം ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ശക്തിയുള്ള ആളാണ്, ഭയങ്കര ശക്തവാനാണ് അല്ലേ? അതാണല്ലോ ഡെൻസർ, ഭയങ്കര ഡെൻസിറ്റി കൂടുതലാണ്. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ലൈറ്റിനെ അടുത്തേക്ക് അങ്ങ് വലിക്കും, അവരിഷ്ടമുള്ള പോലെ പോകാൻ സമ്മതിക്കില്ല. സോ ഇറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് ദി നോർമൽ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഒരു റെയർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണ് കയറുന്നതെങ്കിൽ ദ റിഫ്രാക്റ്റഡ് റേ വിൽ ബെൻഡ് ടുവേർഡ്സ് ദി നോർമൽ. ഓക്കെ ആണല്ലോ? ദാറ്റ് ഈസ് എ ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് ശ്രദ്ധിക്കാം. ഇത് ഡെൻസറിൽ നിന്ന് റെയറിലേക്കാണ് വരുന്നത്. അപ്പോൾ ഡെൻസറിൽ ഇങ്ങനെ അടുത്ത് ഇങ്ങനെ പിടിച്ച് വെച്ചിരിക്കുക അല്ലേ? പക്ഷേ റെയറിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഫ്രീ ആയി. സോ ഇറ്റ് വിൽ ബെൻഡ് എവേ ഫ്രം ദി നോർമൽ. ഇറ്റ് വിൽ ബെൻഡ് എവേ ഫ്രം ദി നോർമൽ. ഓക്കെ ആണല്ലോ? ഈ രണ്ട് പോയിന്റ്സ് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ കുറിച്ച്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ വാട്ട് ഈസ് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ഓക്കെ ആണല്ലോ? ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ മ്യൂ എന്നാണ് വിളിക്കുക. ഓക്കെ ആണല്ലോ? മ്യൂ. ഈ മ്യൂ എന്ന് പറയുന്നത് light of speed in vacuum divided by light of speed in the given medium. Okay, so it is a ratio between light of the speed in vacuum divided by light of the speed in medium. Okay ആണല്ലോ? ശ്രദ്ധിക്കാം, ഇവിടെ വെലോസിറ്റി ഓഫ് ഗ്ലാസ് ഇസ് ലെസ് ദാൻ വെലോസിറ്റി ഓഫ് വാട്ടർ. അതായത് ഇവിടെ വെലോസിറ്റി, ഗ്ലാസ്സിലൂടെ പോകുന്ന ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വാട്ടറിനേക്കാൾ കുറവാണ്. അപ്പോൾ എന്ത് പറ്റി? ഇത് ഡെൻസറായി, ഇത് റെയറായി. അപ്പോൾ ഏതിനായിരിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ ഏതിനായിരിക്കും? കൂടുതൽ ഗ്ലാസ്സിനായിരിക്കും. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിൽ ബി മോർ ദാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? യെസ്, ബെൻസ് ടുവേർഡ്സ് ബെൻഡ് അവേ. ഇത് നല്ലൊരു പ്രാക്ടീസാണ്. കഴിഞ്ഞ വർഷം ഞാൻ ഇടിക്കാറിലാണ്. ഇത്തവണ നിങ്ങൾ ക്ലാസ് കണ്ട് ഭയങ്കര മുഴുകിയിരിക്കാമെന്ന് നിങ്ങൾ ക്ലാസ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യാൻ. ബട്ട് ഐ വുഡ് ഹൈലി റെക്കമെൻഡ്. ഞാൻ ഇപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പറയുന്ന പോയിന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ആ പോയിന്റ്സ് ഒക്കെ നിങ്ങളിങ്ങനെ കേട്ട് എന്താണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എഴുതണ്ട, നിങ്ങൾ എഴുതുന്നില്ല, നിങ്ങൾ കേൾക്കുന്നതാണ്, ജസ്റ്റ് കുറിച്ചിടുന്നേ ഉള്ളൂ. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ആയിട്ട് ഇടുക. ഓക്കെ, കമൻറ്റ് ആയിട്ട് ഇടുകയാണെങ്കിൽ എന്ത് പറ്റും? ഇപ്പോൾ പറയുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ആയിട്ട് ഇടുകയാണെങ്കിൽ എനിക്കും വായിക്കാം, നിങ്ങൾക്ക് കാണുന്നവർക്ക് ഒരു ഇൻട്രസ്റ്റ് ആണല്ലേ. ചാറ്റ് ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിന്ന് മോട്ടിവേഷൻ കഥകൾ ഒക്കെ വരും. ഞാൻ പറയില്ല, എനിക്ക് നിങ്ങൾക്ക് പോർഷൻ ഫുൾ എത്തിക്കാം. മോട്ടിവേഷൻ വേണമെങ്കിൽ നാളെ വീണ്ടും തരാം അല്ലേ? മോട്ടിവേഷൻ നമുക്ക് ഒരുപാട് തരാൻ പറ്റും. ബട്ട് ഈ ഒരു പോർഷൻസ് തീർക്കുക എന്നുള്ളൊരു വലിയൊരു കാര്യം എൻ്റെ മുന്നിലുണ്ട് അല്ലേ? നിങ്ങൾക്ക് തട്ടിക്കൂട്ടി ചാപ്റ്റർ തീർക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മക്കളെ, വേറെ ഒന്നുമല്ല. കാരണം എനിക്ക് എളുപ്പമായിട്ട് ചാപ്റ്റർ തീർക്കാം. ഒപ്റ്റിക്സ് എന്നൊക്കെ പറയുന്നത് എങ്ങനെ വേണമെങ്കിലും തീർക്കാം. ബട്ട് എൻ്റെ ക്ലാസ് കറണ്ട് ഇലക്ട്രിസിറ്റി, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലൊക്കെ കണ്ടവർക്കറിയാം, ഒരു റിപ്പീറ്ററിന് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പെയ്ഡായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്ന എല്ലാ കണ്ടൻസും സാർ ഇതിൽ ഇട്ട് തരുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഫ്രീ ആണ്. വാട്ടോ, ഞാൻ ഫ്രീ ആയിട്ടൊന്നുമല്ല കാണുന്നത് ഈ ഒരു ഇതിനെ. കാരണം ഈ ഒരു കോംബി എന്ന് പറഞ്ഞൊരു സാധനം യൂസ് ചെയ്ത് എത്രയോ കുട്ടികൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് പേഴ്സണലി അറിയാം. അവരെനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അവർ സാറ്റിസ്ഫൈ ചെയ്യാൻ എന്നെക്കൊണ്ട്, എനിക്ക് ഡോപ്പ തന്നൊരു 2-3 മണിക്കൂറിൽ എന്നെക്കൊണ്ട് എന്ത് പറ്റും എന്നാണ് ഞാൻ എപ്പോഴും ആലോചിക്കാറ്. കുറച്ച് സ്പീഡാണെങ്കിലും കുഴപ്പമില്ല, കുട്ടികൾക്ക് കിട്ടുമല്ലോ അത്. അങ്ങനെയാണ് എൻ്റെ ഒരു തോട്ട് ഉണ്ടാവാറ് കേട്ടോ. അല്ലാണ്ട് ഇപ്പോൾ അതിനെ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾ കാണുന്നുണ്ടെന്ന് അറിയാം. ഐ നോ യു ആർ ഓൾസോ സെയിങ് ഇറ്റ്. ബട്ട് ഞാൻ പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ മാക്സിമം ടോപ്പിക്സ് സാർ ഇടുന്നത്. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. സ്കിപ്പിംഗ് ഈസ് ഈസി അല്ലേ, ടേക്കിംഗ് മോർ ഇസ് റിസ്കി. കാരണം ആ സമയത്തിനുള്ളിൽ തീർക്കണം, നിങ്ങൾക്ക് മനസ്സിലാവണം, നിങ്ങൾക്ക് ബോറടിക്കരുത്. ആൻഡ് അറ്റ് ദ ടൈം എല്ലാ ഇക്വേഷൻസും നിങ്ങളെ കൺവേ ചെയ്യാനും പറ്റണം. അതുകൊണ്ടാണ് കേട്ടോ, വേറൊന്നും നിങ്ങൾക്ക് വിചാരിക്കേണ്ട. എൻ്റെ ക്ലാസ്സസ് ഇങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് യു ക്യാൻ സെറ്റ് ചെയ്യുക. കാരണം ഐ വിൽ ഇൻക്ലൂഡ് എവറിത്തിങ്. എന്നെക്കൊണ്ട് പറ്റുന്ന ആ 1.5 മണിക്കൂർ, അല്ലെങ്കിൽ വലിയ ചാപ്റ്ററാണ് 3 മണിക്കൂർ എനിക്ക് അലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 3 മണിക്കൂറിൽ എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്.
അടുത്തത് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എന്താണ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഒരു മീഡിയത്തിനെ വെച്ചിട്ട്, അതായത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്തത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് ഡിഫൈൻഡ് ആസ് μ1 2 വേർ ശ്രദ്ധിക്കേണ്ട കാര്യം 1ൽ നിന്ന് 2ലേക്ക് ലൈറ്റ് പോകണം. 1ൽ നിന്ന് 2ലേക്ക് ലൈറ്റ് പോവുകയാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് μ1 to 1 to 2 ഇങ്ങനെ ഓർത്തിരിക്കുക അല്ലേ. 1ൽ നിന്ന് 2ലേക്കാണെങ്കിൽ μ2/μ1. ദിസ് ഇസ് ഈക്വൽ ടു v1 by v2. ഓക്കെ ആണല്ലോ. ദിസ് ഇസ് നോൺ ആസ് v1/v2. ഓക്കെ ആണല്ലോ. സോ μ12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ബേസിക്കലി μ2/μ1 വിച്ച് ഇസ് ഓൾസോ ഈക്വൽ ടു v1/v2. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ബേസിക്കലി യുവർ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ ആണല്ലോ, ഓർത്തിരിക്കുക കേട്ടോ. അത് കഴിഞ്ഞു. നെക്സ്റ്റ് ഈസ് കോൾഡ് ആസ് ബെൻഡിങ് ഓഫ് ലൈറ്റർ. ഞാൻ ഓൾറെഡി പറഞ്ഞാണ്, കണ്ടോ. റെയറിൽ നിന്ന് ഡെൻസറിലേക്ക് വരികയാണ്. ശ്രദ്ധിച്ചേ, റെയറിൽ നിന്ന് ദിസ് ഇസ് എ റെയർ മീഡിയം ആൻഡ് ദിസ് ഇസ് എ ഡെൻസർ മീഡിയം. നിങ്ങൾക്കറിയാം റെയർ മീഡിയത്തിൽ ഇതിങ്ങനെയാണ് പോകേണ്ടത്. ഓക്കെ ആണല്ലോ, ഇത് എങ്ങനെയാണ് പോകേണ്ടത്. പക്ഷേ ഇത് ഡെൻസറിലേക്ക് വരുന്നതുകൊണ്ട് ഇറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് ദി നോർമൽ. ബെൻസ് ടുവേർഡ്സ് നോർമൽ. ഓക്കെ ആണല്ലോ, ഇറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് നോർമൽ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റെയറിൽ നിന്ന് ഡെൻസറിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത്. ഇവിടെ ഒരു കാര്യം അറിയേണ്ടത്, ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് വരുന്നെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്ര ഉണ്ടെങ്കിൽ റിഫ്രാക്ട് ചെയ്ത് പോകുമ്പോൾ ആംഗിൾ അങ്ങ് ചെറുതായി പോകും. കണ്ടോടാ, ആംഗിൾ അങ്ങ് ചെറുതായി പോയി. ഹിയർ മെയിൻ കണ്ടീഷൻ എന്ന് പറയുന്നത് ആംഗിൾ ഐ വിൽ ബി ഗ്രേറ്റർ ദാൻ ആംഗിൾ ആർ. അതായത് അങ്ങ് അടുത്തേക്ക് വന്നു അല്ലേ, അതായത് ബെൻഡ് ചെയ്തറെ നേരെ അടുത്തേക്കാണ് വരുന്നത്. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കുറഞ്ഞു. ആംഗിൾ ഐ ഇസ് ലെസ് ദാൻ ആംഗിൾ ആർ. ഓക്കെ, ആംഗിൾ ഇത് ഗ്രേറ്റർ ദാൻ കേട്ടോ, ഇങ്ങനെ ആംഗിൾ ഐ ഗ്രേറ്റർ ദാൻ ആംഗിൾ ആർ. ഓക്കെ, ആംഗിൾ ഐ ഗ്രേറ്റർ ദാൻ ആംഗിൾ ആർ. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ നെക്സ്റ്റ് വൺ, ഡെൻസർ ടു റെയർ. ഓക്കെ ആണല്ലോ, കണ്ടേ, ശ്രദ്ധിച്ചേ, ദിസ് ഇസ് ഡെൻസർ ടു റെയർ, ദിസ് ഇസ് ഡെൻസർ ആൻഡ് ദിസ് ഇസ് റെയർ അല്ലേ. അപ്പോൾ ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് വരുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ശ്രദ്ധിക്കുക. ആദ്യം ഇങ്ങനെ ആയിരുന്നെങ്കിൽ റെയറിലേക്ക് വരുമ്പോൾ നല്ലോണം വിട്ടുപോകും ആണല്ലോ. സോ ഹിയർ വാട്ട് ഹാപ്പൻസ് ആംഗിൾ ഐ ഈസ് ലെസ് ദാൻ ആംഗിൾ ആർ. അഥവാ ഇവിടെ ആംഗിൾ ആർ ആയിരിക്കും കൂടുതൽ. കണ്ടോ, ആംഗിൾ ആർ ഇത്രയും ഉണ്ട്, ആംഗിൾ ഐ ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് ബേസിക്കലി മോർ ബെൻഡിങ് ഓഫ് ലൈറ്റ്, ഡെൻസർ ടു റെയറർ ആൻഡ് റെയറർ ടു ഡെൻസർ. ഓക്കെ ആണല്ലോ. കീപ് ദിസ് 2 points in mind and it will help you. ഓക്കെ, അത് കഴിഞ്ഞു. Now we are moving into the next important topic, which is the apparent depth and normal shift. ഓക്കെ ആണല്ലോ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ എന്താണ് ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ റെഗുലറായിട്ട് സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി എത്തി നോക്കും, അല്ലെങ്കിൽ ചെറിയൊരു കുളത്തിലൊക്കെ പോയി എത്തി നോക്കും. അങ്ങനെ എത്തി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും ഈ കുളത്തിനൊട്ടും ആഴമില്ലല്ലോ, അമ്മ ഞാൻ പോയി ചാടട്ടെ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കും. ചാടുമ്പോഴാണ് മനസ്സിലാവുക യാളാ രണ്ടാൾക്കുള്ള കുഴി ഉണ്ടാവും അല്ലേ. സോ ദിസ് ഇസ് ഡ്യൂ ടു റിഫ്രാക്ഷൻ. അതായത് താഴെയുള്ള ഒബ്ജക്ട്സിന് മുകളിലേക്ക് കാണും. ഓക്കെ ആണല്ലോ. സോ ദർ ഇസ് ആൻ ആക്ച്വൽ ബോട്ടം. ഇതിൽ ശരിക്കും ഇവിടെ താഴെയാണ് ഈ സാധനം ഇരിക്കുന്നത്. പക്ഷേ ഡ്യൂ ടു റിഫ്രാക്ഷൻ വാട്ട് ഹാപ്പൻസ് ഇസ് ദിസ് ഷിഫ്റ്റ് അപ്വേർഡ്സ് അല്ലേ. ഇത് നേരെ മുകളിലേക്ക് വന്ന് ആൻഡ് യു ഗെറ്റ് ആൻ അപ്പാരൻറ്റ് ബോട്ടം ഹിയർ. കണ്ടോളൂ, അവിടെയാണ് ഇമേജ് ഫോം ചെയ്യുക. അതിൻ്റെ ഒരു കാര്യം ഞാൻ ഇവിടെ കാണിച്ചു തരാം. സോ ദിസ് ഇസ് വാട്ട് ഇസ് എക്സാക്ട്ലി ഹാപ്പനിങ്. ശ്രദ്ധിച്ചേ, ഇവിടെ എന്താ, ഇവിടെയാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. കണ്ടോ, അവിടുത്തെ റേ വന്നു ആൻഡ് ഇവിടെ ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് വരികയാണ് അല്ലേ. സോ ദിസ് ബേസിക്കലി ഷിഫ്റ്റ് ഔട്ട്വേർഡ്സ്. ഇത് പുറത്തേക്ക് ബെൻഡ് ചെയ്ത് പോകും. അപ്പം നമുക്ക് കിട്ടുന്ന, അതായത് ഇവിടെ നിൽക്കുന്ന ഒരാൾ നോക്കുമ്പോൾ ഇതിങ്ങനെ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇവിടെയാണ് ഇമേജ് കിട്ടുക. എവിടെ കിട്ടുകടാ, ആൾക്ക് ഇമേജ് കിട്ടുക ഇവിടെ ആയിരിക്കും. ഓക്കെ ആണല്ലോ, ആൾക്ക് ഇമേജ് കിട്ടുക ഈ പോയിന്റിലാണ്. ഓക്കെ, പക്ഷേ ഇവിടെയാണ് ഒബ്ജക്റ്റ്, കുറച്ച് മുകളിലേക്കാണ് കാണുക. ഓക്കെ ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ ദിസ് ഡിസ്റ്റൻസ് ഡി ഈസ് കോൾഡ് ആസ് എ ട്രൂ ഡെപ്ത്. ദിസ് ഡിസ്റ്റൻസ്, അതായത് ശരിക്കും എത്ര ആഴത്തിലാണ് അതിനെയാണ് നിങ്ങൾ എന്ത് വിളിക്കുന്നത്, ട്രൂ ഡെപ്ത് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അതുപോലെ എത്ര ഡിസ്റ്റൻസിലാണ് നിങ്ങൾക്ക് തോന്നുന്നത്, എത്ര ആഴത്തിലാണ് നിങ്ങൾക്ക് തോന്നുന്നത്, ദാറ്റ് ഈസ് അപ്പാരൻറ്റ് ഡെപ്ത്. മക്കളെ ഓർത്തിരിക്കുക, ഒരുപാട് കുട്ടികൾ അപ്പാരൻറ്റ് ഡെപ്ത് മെഷർ ചെയ്ത് കണ്ടിട്ടുള്ളത് ഈ ഡിസ്റ്റൻസ് ആണ്. ചുവട്ടിൽ നിന്ന് എത്ര ദൂരമാണ്, അത് തെറ്റാണ്. അപ്പാരൻറ്റ് ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ സർഫസിൽ നിന്ന് എത്ര ദൂരം താഴെയാണ്, ദാറ്റ് ഈസ് കോൾഡ് എസ് അപ്പാരൻറ്റ് ഡെപ്ത്. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് നോൺ ആസ് അപ്പാരൻറ്റ് ഡെപ്ത്. നീന ഒന്നുകൂടെ പറയുമെന്ന് വെച്ചിട്ടുണ്ട്, ഏതാണ് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ ഇതിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം, ഇതാണല്ലോ ഡയഗ്രാം. അപ്പോൾ ഈ അപ്പാരൻറ്റ് ഡെപ്തിൻ്റെ ഇക്വേഷൻ ഡെറിവേഷൻ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ആവശ്യമില്ല. ആകെ അറിയേണ്ടത്, സപ്പോസ് ഈ ഡിസ്റ്റൻസ് ഇത് ആണെന്ന് വിചാരിക്കുക, ആൻഡ് ദിസ് ഇസ് നോൺ ആസ് ഡി അപ്പാരൻറ്റ് അല്ലേ. ദിസ് ഇസ് നോൺ ആസ്
d apparent length, and this is the d actual length. Okay ആണല്ലോ, actual length. അതുപോലെ let mu0 be the refractive index of the denser medium, and mu d കാരണം ഇതല്ല denser medium mu d, and mu r be the density of the rarer medium. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഞാൻ തരുന്നത് d apparentനാണ് കേട്ടോ. d apparent, അതായത് ആൻസർ d apparentനെ ഞാൻ വിളിക്കുന്നത് d എന്ന് വിളിക്കുകയാണ്. ഓക്കെ ആണല്ലോ, d apparentനെ d എന്ന് വിളിക്കുകയാണ്. അതായത് നമുക്ക് മിക്കവാറും ചോദ്യം തരാം അതായത് ആൾ നോക്കുമ്പോൾ 3 മീറ്റർ താഴെ കിട്ടി എന്നുള്ള രീതിയിലാണ് പറയുക. ഓക്കെ, സോ d apparent d എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ x is equal to d into 1 minus 1 by mu. ഓക്കെ ആണല്ലോ, ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്. x is equal to d into 1 minus 1 by mu. നിങ്ങൾക്ക് എപ്പോഴും ഈ ദൂരം തരും. ഓക്കെ ആണല്ലോ, d apparent തന്നിട്ടുണ്ടാവും, d actual തന്നിട്ടുണ്ടാവും, ഈ ഡിസ്റ്റൻസ്. സോറി മക്കളെ, കൺഫ്യൂസ് ചെയ്യുന്നില്ല. ഡി ആക്ച്വൽ എത്രയാണ് അതിൻ്റെ ആഴമെന്ന് തന്നിട്ടുണ്ടാവും, അത് ഡി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുക എത്ര താഴെ ആയിരിക്കും. സോ നിങ്ങൾക്ക് എക്സ് കിട്ടി അല്ലേ, എക്സ് എന്ന് പറയുന്നത് ഈ ദൂരമാണ്. അപ്പോൾ അപ്പാരൻറ്റ് ഡെപ്ത് എത്രയായിരിക്കും, ഡി അപ്പാരൻറ്റ് ഇസ് ഈക്വൽ ടു ഡി മൈനസ് എക്സ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി, അപ്പാരൻറ്റ് ഡെപ്ത് കിട്ടി, ഡി അപ്പാരൻറ്റ് ഡെപ്ത് കിട്ടി. ഓക്കെ ആണല്ലോ, അപ്പാരൻറ്റ് ഡെപ്ത് കിട്ടി. ഫൈൻ. സോ ദിസ് ഇസ് ദ തിങ്. ഓക്കെ ആണല്ലോ, ദിസ് ഇസ് നോൺ ആസ് ദി അപ്പാരൻറ്റ് ഡെപ്ത്. സെക്കൻഡിലെ ആംഗിൾ പറഞ്ഞില്ലേ, സെക്കൻഡിലെ ആംഗിളോ അതെന്താടാ ശ്രദ്ധിച്ചേ. ഡെൻസറിന് റയറിലേക്ക് വരുന്ന സമയത്ത് ഇറ്റ് ബെൻസ് എവേ ഫ്രം ദി നോർമൽ അല്ലേ. എവേ ഫ്രം ദി നോർമൽ വരുന്ന സമയത്ത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കൂടുതലായിരിക്കും. സോ ആംഗിൾ ആർ വിൽ ബി മോർ ദാൻ ആംഗിൾ ഐ, അഥവാ ആംഗിൾ ഐ ലെസ് ദാൻ ആംഗിൾ ആർ. അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ. അടുത്ത് നേരെ തിരിച്ച് സംഭവിച്ചൂടെ. ഇപ്പോൾ താഴെന്നാണ് നോക്കുന്നത് അല്ലേ, അതായത് ഇവിടുന്ന് താഴെന്ന് ഒരാൾ നോക്കുമ്പോൾ എത്ര ദൂരം മുകളിൽ നിന്നാണ് കണ്ടത്. ഓക്കെ, ഇനി വാട്ട് ഹാപ്പൻസ് ഇസ് ഒബ്ജക്റ്റിന്, അതായത് ഒരു പക്ഷി പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷി, ഇത് ഇതേപോലെ തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ. പറന്നുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷി ഒരു മീനിനെ നോക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ എന്തായിരിക്കും കേസ് എന്ന് ശ്രദ്ധിക്കാം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഹിയർ ഈ ഒരു പക്ഷീനെ മീൻ നോക്കുകയാണ്. ഓക്കെ ആണല്ലോ, മീൻ നോക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടുന്ന് നോക്കുമ്പോൾ, മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴെയുള്ളൊരു സാധനം മുകളിലേക്കാണ് കാണുന്നത്. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ ഇവിടുന്ന് ഈ ഫിഷ് നോക്കുമ്പോൾ ശരിക്കും മീൻ ഇവിടെ ആയിരിക്കും, പക്ഷേ അവന് തോന്നുക അല്ലെങ്കിൽ ഫിഷിന് തോന്നുക മീൻ കുറച്ചുകൂടെ മുകളിലാണെന്നാണ്. ഓക്കെ ആണല്ലോ. ശരിക്കും ആ ഫിഷ് താഴെയാണ്, പക്ഷേ അപ്പാരൻ്റ്ലി തോന്നുക ഈ മീൻ കുറച്ചുകൂടെ മുകളിലാണെന്നാണ്. ഓക്കെ ആണല്ലോ. സോ അതാണ് ഷിഫ്റ്റ്. ആ ഷിഫ്റ്റ് ഡിസ്റ്റൻസിനെ ഞാൻ അഗെയിൻ എക്സ് എന്ന് വിളിക്കുകയാണ്. ഓക്കെ ആണല്ലോ, എക്സ് എന്ന് വിളിക്കുകയാണ്. ആൻഡ് ഡി എ സി എന്ന് പറയുന്നതാണ് ആക്ച്വൽ ഹൈറ്റ്. ആൻഡ് ഇതാണ് ഷിഫ്റ്റിംഗ് ഡിസ്റ്റൻസ് അഥവാ ഷിഫ്റ്റ്. ആൻഡ് ദിസ് ഇസ് ദി അപ്പാരൻറ്റ് ഹൈറ്റ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആൻഡ് ദിസ് ഇസ് മ്യൂ ആർ ആൻഡ് ദിസ് ഇസ് മ്യൂ ഡി. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ മക്കളെ ശ്രദ്ധിച്ചോ. ഹിയർ എക്സ് ഇസ് ഈക്വൽ ടു mu minus 1 into d actual. X is equal to mu minus 1 into d actual. Okay ആണല്ലോ. ഫൈൻ. അപ്പാരൻറ്റ് ഡെപ്തിൻ്റെ കാര്യം ഒന്ന് പറയോ. എക്സ് റൈസ് അല്ലേ, എക്സ് റൈസ് ആണ് കേട്ടോ. എത്ര സെൻറ്റിമീറ്റർ റൈസ് ചെയ്തെന്ന് ചോദിച്ചാൽ നീ എഴുതേണ്ടത് ഗൗതം കറക്റ്റാണ് കേട്ടോ. സാർ അപ്പാരൻറ്റ് ഡെപ്തിൻ്റെ കാര്യം, അപ്പാരൻറ്റ് ഡെപ്തിന് ഒന്നുമില്ലടാ, ഞാൻ പറഞ്ഞില്ലടാ. ഇവിടുന്ന് ലൈറ്റ് വന്നു, ഇൻ്റർഫേസിലെത്തി, അതെന്ത് ചെയ്തു, ഡെൻസറിൽ നിന്ന് റെയറിലേക്കാണ്. അപ്പോൾ എന്ത് പറ്റി, അപ്പോൾ അത് ഇറ്റ് വിൽ ഷിഫ്റ്റ് എവേ ഫ്രം ദി നോർമൽ അല്ലേ. അപ്പോൾ ഇമേജ് ഫോം ചെയ്യുന്നത് ആൾക്ക് എന്തായിരിക്കും, വിർച്വൽ ഇമേജാണ് ഫോം ചെയ്യുക. കാരണം ലൈറ്റ് റേസ് ആർ നോട്ട് ആക്ച്വലി മീറ്റിംഗ് അല്ലേ. അപ്പോൾ ഇതിങ്ങനെ പോകും. അപ്പോൾ ഇതെല്ലാം കൂടെ പോയിട്ട് എന്ത് ചെയ്യും, ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. അതെന്തായിരിക്കും, കുറച്ചുകൂടെ മുകളിലായിരിക്കും. അതിനെയാണ് അപ്പാരൻറ്റ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ, ദാറ്റ് ഇസ് നോൺ ആസ് അപ്പാരൻറ്റ് ഷിഫ്റ്റിംഗ്. അത് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ ആണല്ലോ. അടുത്തതാണ് ലാറ്ററൽ ഷിഫ്റ്റ്. എന്താണ് ലാറ്ററൽ ഷിഫ്റ്റ്? ഇതൊക്കെ ചെറിയ ടോപ്പിക്സ് ആണ്, കുറേ പേര് സ്കിപ്പ് ചെയ്യുന്നതാണ്. ഞാനതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലാറ്ററൽ ഷിഫ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു നമ്മുടെ ഈ ഒരു റിഫ്രാക്ഷൻ്റെ ഡയഗ്രാം കംപ്ലീറ്റ് നോക്കുകയാണ് ഇങ്ങനെ വരിക. ആദ്യം ഫസ്റ്റ് പോയിന്റ് ഓഫ് റിഫ്രാക്ഷൻ, സെക്കൻഡ് റിഫ്രാക്ഷൻ, അങ്ങനെ കഴിഞ്ഞ് ഇതാണ് എന്ത്, നമ്മുടെ ഇൻസിഡൻറ്റ് റേ, ഇതാണ്
എമർജൻറ്റ് റേ. ഓക്കെ ആണല്ലോ. ഞാൻ ഈ ഇൻസിഡൻറ്റ് റേനെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഇൻസിഡൻറ്റ് റേയും റിഫ്രാക്ഷൻ ഒക്കെ കഴിഞ്ഞ് വരുന്ന റേയും തമ്മിൽ ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ട്. ഈ ഡിസ്റ്റൻസ് കണ്ടോടാ, ഈ ഡിസ്റ്റൻസ്, ദിസ് ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസിനാണ് ലാറ്ററൽ ഷിഫ്റ്റ് എന്ന് വിളിക്കുന്നത്. ദിസ് ഡിസ്റ്റൻസ് ഇസ് നോൺ ആസ് ലാറ്ററൽ ഷിഫ്റ്റ്. അങ്ങനെയാണെങ്കിൽ ലാറ്ററൽ ഷിഫ്റ്റിന് ഒരു ഇക്വേഷൻ ഉണ്ട്, അതിനെ ഞാൻ ഡി എന്ന് വിളിക്കുകയാണ്. ലാറ്ററൽ ഷിഫ്റ്റ് ഇസ് ഡിനോട്ടഡ് ആസ് ഡി. അങ്ങനെയാണെങ്കിൽ ഡി ഇസ് ഈക്വൽ ടു ടി ബൈ കോസ് ആർ ഇൻറ്റു സൈൻ ഐ മൈനസ് ആർ. ഓക്കെ ആണല്ലോ. where t is the thickness of slab, t is the thickness of slab, r is the angle of refraction, r is the angle of refraction, I is the angle of incidence, again r is the angle of refraction. Okay ആണല്ലോ, fine. സർ ഡീവിയേഷൻ നോക്കണോ, ഡെറിവേഷൻ നോക്കണോ? വേണ്ട, ഡെറിവേഷൻ ആവശ്യമില്ല കേട്ടോ. ഡയഗ്രംസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണോ? സർ ഡയഗ്രംസ് ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടായാൽ മതി. ഒബ്ജക്റ്റ് ഇൻ റെയർ മീഡിയം നല്ല കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് സർ. അത് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഫൈഹ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അതൊന്നുകൂടെ ഞാൻ പറഞ്ഞത് അത് ഇൻ ഡെപ്ത് പറയേണ്ടത് നിങ്ങളെ സംബന്ധിച്ച് ആകെ ഇക്വേഷൻ മാത്രം മതി. ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ അതിലേക്ക് തിരിച്ചു വരാം, കാരണം നമുക്ക് ഒരുപാട് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇല്ലെങ്കിൽ സെപ്പറേറ്റ്ലി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അടുത്താണ് ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് സ്ലാബ്. ഓക്കെ, സോ എന്താണ് ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് സ്ലാബിൽ സംഭവിക്കുന്നത് ശ്രദ്ധിക്കുക. ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് സ്ലാബിൽ വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ അധികം ഒന്നും നോക്കണം, ഭയങ്കര വലിയ ഫിഗറാണ്. നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നുണ്ട്, ഇവിടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇത് ഇങ്ങനെ പോയി തട്ടി റിഫ്രാക്ഷൻ സംഭവിച്ച് പോവാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ്, ഇവിടുന്ന് ഒരാൾ നോക്കുന്ന സമയത്ത് അയാൾക്ക് തോന്നുക ഈ ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുന്നു എന്നാണ്. ഓക്കെ ആണല്ലോ, ഇവിടെ ഇരിക്കുന്നു എന്നാണ് തോന്നുന്നത്. ആൻഡ് സപ്പോസ് ഡി ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഒബ്ജക്റ്റ് ആൻഡ് ദി ഗ്ലാസ് സ്ലാബ്. ഡി എന്ന് പറയുന്നത് എന്താടാ, ഒബ്ജക്റ്റും ഗ്ലാസ് സ്ലാബും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ആൻഡ് ടി ഈസ് ദ തിക്നെസ് ഓഫ് ദി ഗ്ലാസ് സ്ലാബ്. ടി എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ദ ഗ്ലാസ് സ്ലാബ് ആണെങ്കിൽ നമ്മളോട് ചോദ്യം വാട്ട് ഈസ് ദിസ് ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് അതായത് എത്ര ഷിഫ്റ്റ് ചെയ്തു അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നോർമൽ ഷിഫ്റ്റ് അഥവാ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് സ്ലാബ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു, അതിന് നമ്മൾ എക്സ് എന്ന് വിളിക്കുകയാണ്. എക്സ് ഈസ് ഈക്വൽ ടു x is equal to t into 1 minus 1 by mu. t into 1 minus 1 by mu. x is equal to t into 1 minus 1 by mu. Okay ആണല്ലോ. സോ അതാണ് ആൻസർ. x is equal to t into 1 minus 1 by mu. where t is the thickness of the slab and mu എന്താണ്, mu എന്ന് പറയുന്നതാണ് എന്ത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. അവിടെ നിൽക്കട്ടെ. ഇനി കുറച്ച് ഇല്യൂഷനെ കുറിച്ച് പഠിക്കാം. അതായത് നമ്മുടെ റിഫ്രാക്ഷൻ സംബന്ധിച്ച് എക്സാമിന് ചോദിക്കും വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ റിഫ്രാക്ഷൻ എന്നൊക്കെ റെഗുലറായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇതെന്താണ്, ബെൻഡിങ് ഓഫ് ഒബ്ജക്റ്റ് ആണ് കേട്ടോ. അതായത് നിങ്ങൾ പെൻസിൽ കാണുമ്പോൾ പെൻസിൽ ഇങ്ങനെ എന്താണ് ബെൻഡ് ചെയ്ത പോലെ തോന്നും. സെക്കൻഡ് വൺ ഇസ് എ ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ്. ഓക്കെയാണ്, നിങ്ങൾ ദൂരം അതായത് രാത്രി നോക്കുന്ന സമയത്തൊന്നും എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും, അതിന് സമയവുമില്ല. മനസ്സിലാക്കുക, ബെൻഡിങ് ഓഫ് ഒബ്ജക്റ്റ് നമ്മൾ ഈ പെൻസിലൊക്കെ മുക്കിയിടുമ്പോൾ അത് ബെൻഡ് ചെയ്ത് തോന്നാനുള്ള കാരണം റിഫ്രാക്ഷനാണ്. അതുപോലെ സ്റ്റാർസ് ട്വിങ്കിൾ ചെയ്യാനുള്ള കാരണവും റിഫ്രാക്ഷനാണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. അടുത്തതാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ശ്രദ്ധിക്കുക. എന്താണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇവിടേക്ക് വരിക. നമുക്കറിയാം യൂഷ്വലി എന്ത് പറ്റും, ഒരു ലൈറ്റ് വരും, അത് റിഫ്രാക്ട് ചെയ്ത് പോകും. നീ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിനെ കുറച്ചുകൂടെ ഒപ്റ്റ്യൂസ് ആക്കണം, അതായത് ആ ആംഗിൾ കൂട്ടി വരികയാണ്. അപ്പോൾ കുറച്ചുകൂടെ നീങ്ങി അല്ലേ, കുറച്ചുകൂടെ ബെൻഡ് ചെയ്തു. അങ്ങനെ ഒരു പോയിന്റ് കഴിയുമ്പോൾ യു കോൾ ദാറ്റ് ആംഗിൾ ആസ് എൻ ക്രിട്ടിക്കൽ ആംഗിൾ തീറ്റ സി. അങ്ങനെ ഒരു ആംഗിൾ ആകുമ്പോൾ എന്ത് പറ്റും, അത് ആദ്യം ഇങ്ങനെ എഴുതും, ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദിസ് റേ വുഡ് ബിക്കം പെർപെൻഡിക്കുലർ ടു ദ നോർമൽ. ഓക്കെ ആണല്ലോ, ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ ഇറ്റ് വിൽ ബിക്കം പെർപെൻഡിക്കുലർ ടു ദി നോർമൽ. ആ ആംഗിളിനെയാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ആൻഡ് എനി ആംഗിൾ എബവ് ഇറ്റ്, നമ്മൾ ഏതൊരു ആംഗിൾ ആൻഡ് എനി ആംഗിൾ എബവ് ഇറ്റ്, ആ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും ഏതൊരു ആംഗിൾ നീ കൂട്ടിയിട്ടാൽ എന്ത് പറ്റും പറഞ്ഞിടാ, ഇറ്റ് വിൽ കംപ്ലീറ്റ്ലി റിട്ടേൺസ് ബാക്ക് ടു ദ മീഡിയം. ഓക്കെ ആണല്ലോ. സോ ദ ആംഗിൾ അറ്റ് വിച്ച് the refracted ray becomes normal to the normal. Okay, it becomes 90 degree with the normal is called as critical angle. And any angle which is more than critical angle, what happens, ആ ray ഉള്ളിലേക്കെന്നെ വരും. The refracted ray will just reflect internally. That is called as total internal reflection. Okay ആണല്ലോ. സോ ഇതാണ് കണ്ടീഷൻ.
ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നമ്മൾ അതിന് എങ്ങനെയാണ് എഴുതുക കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവാൻ. സൈൻ തീറ്റ സി ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെയർ മീഡിയം ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ടെൻസർ മീഡിയം. ഓക്കെ ആണല്ലോ, അങ്ങനെയാണ് നമ്മൾ എഴുതാം. ഓക്കെ ആണല്ലോ, ഫൈൻ. ഓർ നമുക്ക് സൈൻ തീറ്റ സി ഈസ് ഈക്വൽ നിങ്ങളുടെ ഭാഷ പറയുമ്പോൾ മ്യൂ റെയർ ബൈ മ്യൂ ഡെൻസർ, ഇങ്ങനെയും എഴുതാം. ഓക്കെ ആണല്ലോ, സിമ്പിളായിട്ടുള്ളൊരു കാര്യം. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലിക്കേഷൻസ് ആണ്. അതിന് മുന്നേ അപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. ദെൻ ഐ വിൽ മൂവ് ഫോർവേഡ്. വേറെ ഒന്നുമല്ല, ശ്രദ്ധിക്കാം. ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടാവും, വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെച്ചിട്ടുണ്ടാവും നമുക്ക് ക്വസ്റ്റ്യൻ വരാം. ഓക്കെ ആണല്ലോ, ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതിൽ എന്താണ് ഇത് വരുന്നുണ്ട്, എന്ത് ലൈറ്റ്സ് വരുന്നുണ്ട്. അതിങ്ങനെ ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം, അങ്ങനെ പല രീതിയിൽ വരാം. ഓക്കെ, ചോദ്യം എങ്ങനെ ഉണ്ടാവുക, ഇതാണല്ലോ സെൻറ്റർ. ഇതിന്ന് ഈ സെൻറ്ററിൻ്റെ ഈ ഹൈറ്റ് ഒരു എച്ച് ഡെപ്തിലാണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് എത്ര ദൂരം മാറി, ഞാൻ ആർന്ന് വിളിക്കുകയാണ്, എത്ര ദൂരം മാറി ലൈറ്റ് വന്നാലാണ് ഇത് 90 ഡിഗ്രി, അതായത് ജസ്റ്റ് പാസസ് ടു ദ സർഫസ്, അതായത് അത് റിഫ്ലക്റ്റ് ചെയ്യാത്ത മിനിമം ആംഗിൾ, അതായത് പുറത്തേക്ക് വരരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ആംഗിൾ എന്ത് പറ്റും, ഉള്ളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യണം എന്നില്ല. അത് ആ വാട്ടർ സർഫസിലൂടെ ജസ്റ്റ് തട്ടിപ്പോയാൽ തന്നെ റിഫ്ലക്റ്റ് ആവേണ്ടി വരും. സോ വാട്ട് ഈസ് എ മിനിമം ഡിസ്റ്റൻസ് എന്ന് ചോദിക്കും. ഈ ആർ എത്രയെന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആർ എന്ന് പറയുന്നത് ആർ ഇസ് ഈക്വൽ ടു എച്ച് ബൈ റൂട്ട് ഓഫ് മ്യൂ സ്ക്വയർ മൈ 1. ആൻസർ ഇസ് ആർ ഇസ് ഈക്വൽ ടു എച്ച് ബൈ റൂട്ട് ഓഫ് മ്യൂ സ്ക്വയർ മൈനസ് 1. ഓക്കെ ആണല്ലോ, മ്യൂ സ്ക്വയർ മൈനസ് 1. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. Now we are moving into the applications of total internal reflection. അപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻസിൻ്റെ അപ്ലിക്കേഷൻ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്പാർക്ലിംഗ് ഓഫ് ഡയമണ്ട് ആണ്. കണ്ടോ, നമ്മുടെ ഡയമണ്ടുകൾ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നുണ്ടല്ലോ, അതിന് കാരണം മൾട്ടിപ്പിൾ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. എന്താണ് മൾട്ടിപ്പിൾ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ? ഓക്കെ ആണല്ലോ, ഇറ്റ് ഈസ് ബേസിക്കലി മൾട്ടിപ്പിൾ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ഹൂ ഇസ് ദിസ് പറഞ്ഞേ, ഇതാരാന്നുള്ളത് ഞാൻ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ആയിരിക്കും പൊട്ടിക്കുന്നുണ്ടാവും കേട്ടോ. എല്ലാവർക്കും ഇങ്ങനെ ആലോചിക്കാം. ഇത് ആർക്കെങ്കിലും ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ പറയാം, ലാസ്റ്റേ പറയുള്ളൂ, യു ഹാവ് ടു വെയിറ്റ്. ഓക്കെ, ഹൂ ഇസ് ദിസ് ഗൈ? ഇതൊരു ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ആണ്. ആൻഡ് ഇയാളുടെ ഒരു ക്ലൂ ഞാൻ തരാം. ഇയാളാണ് ഫൈബർ ഒപ്റ്റിക്സിലെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ യൂസ് ചെയ്ത് ഫൈബർ, നമ്മളെ ഇൻ്റർനെറ്റ് കേബിളൊക്കെ പോകുന്ന ഫൈബറിലൂടെ കടത്തിവിടാൻ പറ്റുമെന്ന് മനസ്സിലായത്. ഓക്കെ ആണല്ലോ, സോ ഒപ്റ്റിക്കൽ ഫൈബർ. സോ ആദ്യത്തെ ഇതാണ് ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ത് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ബേസിക്കലി ദ ലൈറ്റ് ഇസ് റിഫ്ലക്റ്റിംഗ് ത്രൂ മൾട്ടിപ്പിൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. കേട്ടോ, അതിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി നമ്മളെന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ബേസിക്കലി ഒരു ഒപ്റ്റിക് ഫൈബറിന് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും കാണുക, μ1 μ2. ഓക്കെ, അപ്പോൾ ഈ ഉള്ളത്തെ ഭാഗത്തിലൂടെയാണ് ലൈറ്റ് ഇങ്ങനെ തട്ടി പോവുക. ഇത് ഡെൻസർ മീഡിയ ആയിരിക്കും. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ എന്ത് പറ്റും, അത് തട്ടി ഇങ്ങനെ പോകും. അതായത് μ1 ഈസ് ഗ്രേറ്റർ ദാൻ μ2. ഇത് ഡെൻസർ ആയിരിക്കും, ഇത് റെയർ ആയിരിക്കും. നമ്മുടെ വെള്ളം എയർ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അതിലിങ്ങനെ തട്ടി പോകുന്നു മാത്രം ആലോചിച്ചാൽ മതി. സോ ഇറ്റ് വർക്ക്സ്. ഓക്കെ ആണല്ലോ, ഫൈൻ. മൻമോഹൻ സിംഗ്, അയ്യോ ഗൗതമേ, മൻമോഹൻ സിംഗ് ഒന്നും അല്ലടാ. റയൻ ഫിലിപ്പ്, സ്ലൈഡ്സ് ഒക്കെ അടിപൊളിയാണ് സർ. ഓ, താങ്ക് യു സോ മച്ച് റയൻ. അപ്പോൾ സ്ലൈഡ്സ് ആസ് യൂഷ്വൽ ഒരുപാട് ആൾക്കാരെ ഹാർഡ് വർക്കാന്ന് പറയേണ്ടിരിക്കുന്നു. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മൈ ഹാർഡ് വർക്ക്. ഓക്കെ ആണല്ലോ, എനിക്ക് എക്സാംസ് ഒക്കെ ഉണ്ട്. സോ മൈ ബ്രദർ ഹെൽപ്സ് മീ. അങ്ങനെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു സ്ലൈഡ്സ് ഈ ഒരു രൂപത്തിലേക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് കേട്ടോ. സോ ആക്ച്വലി അതങ്ങനെ പറയുന്നൊന്നുമല്ല, ബിക്കോസ് ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. ഇപ്പം എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ടൈം പോകുന്ന ഒരു കാര്യം പ്രിപ്പറേഷൻ ഒന്നുമല്ല. പ്രിപ്പറേഷൻ സോ ഈസി. പ്രിപ്പറേഷൻ ഒരു ഹാഫ് ആൻ അവർ ഒക്കെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് റയോപ്റ്റിക്സ് എന്ത് ടോപ്പിക്കാണെങ്കിലും തീർക്കാം. ബട്ട് മേക്കിംഗ് സ്ലൈഡ്സ് ബിക്കംസ് എ പാർട്ട്, ബിക്കോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. നല്ല റിവ്യൂസ് വരുന്നുണ്ട് ഫോർ ദ സ്ലൈഡ്സ്. സോ ഐ തോട്ട് ഓക്കെ ചലോ ലെറ്റ്സ് ഡു ദ സ്ലൈഡ്സ്. ഓക്കെ, അപ്പോൾ മിറാജ് എന്നല്ല മിറാഷ് എന്നാണ് പറയുക കേട്ടോ. മിറാഷ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ദൂരം നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര വെയിലത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം പെട്ടെന്ന് റോഡിൽ വെള്ളം കാണും, അവിടെ എത്തുമ്പോൾ കാണില്ല. ഇറ്റ് ഈസ് ഡ്യൂ ടു ബെൻഡിങ് ഓഫ് ദി ഇമേജസ്. അത് മാത്രം അറിഞ്ഞാൽ മതി. സോ മിറാഷ് ഈസ് ബേസിക്കലി ഡ്യൂ ടു ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് അറിഞ്ഞിരിക്കുക. അധികം ഡീറ്റെയിൽസിലേക്ക് പോകണ്ട, കൂടുതൽ കൺഫ്യൂസ് ആവുകയുള്ളൂ. ഓക്കെ, and we are moving into the next part, which is reflection at a curved surface. Refraction at a curved surface. ഇത്രയും നേരം നമ്മൾ സ്ട്രെയിറ്റ് ലൈനിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് റിഫ്രാക്ഷൻ അറ്റ് കർവ് സർഫേസ്. അപ്പോൾ റിഫ്രാക്ഷൻ ഫ്രം കർവ്ഡ് സർഫേസ് കണ്ടല്ലോ, യു സീ ദി ഇമേജ് കണ്ടോ. റിഫ്രാക്ഷൻ ഫ്രം കർവ് സർഫേസ് ആണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ്, ഇത് N1 ആണെന്ന് വിചാരിക്കുക.
this is mu1 and this is mu2 ആണെങ്കിൽ റിഫ്രാക്ഷൻ അറ്റ് കർവ്ഡ് സർഫേസിന് ഒരു ഇക്വേഷൻ ഉണ്ട് വിച്ച് ഇസ് ഗിവൺ ഹിയർ mu2 by me മൈനസ് mu1 by u ഇസ് ഈക്വൽ ടു mu2 മൈനസ് mu1 by r. ഇതാണ് ഇക്വേഷൻ. ഓക്കെ ആണല്ലോ? മനസ്സിലാക്കുക, സിമ്പിളാണ്. അതായത് ഇമേജ് എവിടെയാണോ ഫോം ചെയ്യുന്നത് അതിൻ്റെ ആ ഇമേജ് ഫോം ചെയ്യുന്ന മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മുകളിൽ എഴുതാം. വി ഇവിടെയല്ലേ ഫോം ചെയ്യുന്നത്, ഇവിടെയാണ് വി ഉള്ളത്, അപ്പോൾ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് mu2. ഇവിടെയാണ് യു ഉള്ളത്, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് mu1 ബൈ mu2 മൈനസ് mu1 ബൈ r. ഓക്കെ ആണല്ലോ? ഫൈൻ. mu2 മൈനസ് mu1 ബൈ r. ഓക്കെ ആണല്ലോ? സോ ദാറ്റ് ഇസ് ഇറ്റ്. ഇനി സൈൻ കൺവെൻഷൻ ഫോർ റേഡിയസ് ഓഫ് കർവേച്ചർ ജസ്റ്റ് അറിയാനാണ്. നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ലൈറ്റ് ഫ്രം ദി ഒബ്ജക്റ്റ് ആണ്. ഏത് ഡയറക്ഷനാണ് ലൈറ്റ് വരുന്നത്? ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നു, 6 മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ സ്കെയിൽ വെച്ച് ഇങ്ങോട്ട് മെഷർ ചെയ്യും. സോ ഇറ്റ് ഇസ് പോസിറ്റീവ്. ലൈറ്റ് ഇങ്ങോട്ട് വരികയാണ്, അപ്പോൾ 6 ഇവിടുന്ന് ഇങ്ങോട്ട് മെഷർ ചെയ്യും അല്ലേ, ലൈറ്റ് വെച്ചിട്ട് അല്ല സ്കെയിൽ വെച്ച്. സോ ഇറ്റ് ഇസ് നെഗറ്റീവ്. അതുപോലെ ലൈറ്റ് ഇവിടുന്ന് വരികയാണ്, 6 ഇങ്ങോട്ട് മെഷർ ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് അഗെയിൻ നെഗറ്റീവ്. ഇവിടുന്ന് ലൈറ്റ് വരുന്നു, നമ്മൾ ഇങ്ങോട്ട് തന്നെ മെഷർ ചെയ്യുന്നു. ലൈറ്റ് ഇസ് പോസിറ്റീവ്, റൈറ്റ്? റേഡിയസ് ഇസ് പോസിറ്റീവ്. ഓക്കെ ആണല്ലോ? ഓർത്തിരിക്കുക, ജസ്റ്റ് ഒരു അഡീഷന് വേണ്ടി പറഞ്ഞാണ്. ഓക്കെ ആണല്ലോ? ഫൈൻ. ഓക്കെ, അത് കഴിഞ്ഞു. നെക്സ്റ്റ് ഇസ് ഫോക്കൽ ലെങ്ത് ഓഫ് എ സിംഗിൾ സ്ഫെറിക്കൽ സർഫേസ്. ഓക്കെ ആണല്ലോ? ഒരു സിംഗിൾ സ്ഫെറിക്കൽ സർഫേസിൻ്റെ ഫോക്കൽ ലെങ്ത് എത്രയാണ് പറയുന്നത്? ഇതൊക്കെ അവസാനം എല്ലാവരും ഒമിറ്റ് ചെയ്യുന്ന ഭാഗങ്ങളാണ്. ഐ ആം ജസ്റ്റ് ടേക്കിംഗ് ഫോർ ദ കംപ്ലീഷൻ സേക്ക് കേട്ടോ. ആദ്യത്തെ ഇത് ഫസ്റ്റ് ഫോക്കസ് കൺസെപ്റ്റ്. ഓക്കെ ആണല്ലോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു സിംഗിൾ റിഫ്രാക്റ്റിംഗ് സർഫേസിന് 2 ഫോക്കസ് ഉണ്ട്. ഓക്കെ ആണല്ലോ? ആദ്യത്തെ ഫോക്കസ് F1 ഇസ് ഈക്വൽ ടു മൈനസ് mu1r ബൈ mu2 മൈനസ് mu1. ഓക്കെ ആണല്ലോ? ഇതാണ് ഫസ്റ്റ് ഫോക്കസ്. ഓക്കെ, ദിസ് ഇസ് ഫസ്റ്റ് ഫോക്കസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചോദിക്കും, സർ സെക്കൻഡ് ഫോക്കസ് ഏതാണ്? സെക്കൻഡ് ഫോക്കസ് ഇസ് ദിസ് വൺ. കണ്ടോടാ, സെക്കൻഡ് ഫോക്കസ് എന്ന് പറയുന്നത് മിററിൻ്റെ അകത്താണ്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ലെൻസിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ വാട്ട് എവർ റിഫ്ലക്റ്റിംഗ് സർഫേസ് അതിൻ്റെ പുറത്താണ്. സെക്കൻഡ് ഇസ് ഇൻസൈഡ്. ഓക്കെ, ഇറ്റ് ഇസ് ബേസിക്കലി ഇൻസൈഡ് ദി എന്ത് നമ്മുടെ റിഫ്ലക്റ്റിംഗ് സർഫേസ്. സോ F2 ഇസ് ഈക്വൽ ടു mu2r ബൈ mu2 മൈനസ് mu1. ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, F2 പോസിറ്റീവ് ആണ് ആൻഡ് F1 ഇസ് നെഗറ്റീവ് കേട്ടോ. F1 is negative. F1 is negative, F2 is positive. Keep in mind, F1 is negative, F2 is positive. Okay ആണല്ലോ? ആൻഡ് ഇതാണ് അവർ തമ്മിലുള്ള ഒരു റേഷ്യോ പറഞ്ഞത്. ഒരു തവണ ജിപ്മറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ജിപ്മർ 2015 ചോദിച്ചൊരു ക്വസ്റ്റൻ ആയിരുന്നു. കർവ്ഡ് സർഫേസിലുണ്ടാകുന്ന റേഷ്യോ ഓഫ് ഫോക്കൽ ലെങ്ത് F1 ബൈ F2 ഇസ് മൈനസ് mu1 ബൈ mu2. ഇതാണ് ഇക്വേഷൻ. F1 ബൈ mu1 പ്ലസ് F2 ബൈ mu2 ഇസ് ഈക്വൽ ടു 0. ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? Okay ആണല്ലോ? ഫൈൻ. Now we are moving into the questions. So we are again moving into the question. അപ്പോൾ we are moving into the question part. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഇത്രയും കേട്ടതൊക്കെ എങ്ങനെയുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും ഇഷ്ടമായോ? ജസ്റ്റ് ഒന്ന് പറയോടാ. Now you can take a break. ഇനി നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യാണ് അല്ലേ? സോ എല്ലാവർക്കും മനസ്സിലായോ? ഹൗ ഇസ് ദ ക്ലാസ് ഗോയിങ് ടുഡേ? ഇനി എല്ലാവരും ഒന്ന് ചാറ്റിലൊന്ന് ആക്റ്റീവായി എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ശ്രദ്ധിക്കാം, എന്താ പറഞ്ഞിട്ടുള്ളത്? An air bubble in a glass slab with refractive index 1.5 is 5 cm deep when viewed from one surface and 3 cm deep when viewed from other opposite face. ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെയാണ് ആ ബബിൾ ഡ്രോപ്പ് ഉള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു എക്സ് ഡിസ്റ്റൻസിൽ കാണുന്നു എന്ന് വിചാരിക്കാം. ടോട്ടൽ ഡിസ്റ്റൻസ് L ആണെങ്കിൽ ദിസ് വിൽ ബി L മൈനസ് എക്സ്. ദിസ് വിൽ ബി L മൈനസ് എക്സ്. ഓക്കെ ആണല്ലോ? സംശയമല്ലോ? ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പാരൻറ്റ് ഡെപ്ത് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എടുക്കുകയാണെങ്കിൽ ആക്ച്വൽ ലെങ്ത് കിട്ടും. ഓക്കെ ആണല്ലോ? സോറി, ഇതാണ് ഇക്വേഷൻ. സോറി, അപ്പാരൻറ്റ് ഡെപ്ത് ഇസ് ഈക്വൽ ടു റിയൽ ഡെപ്ത് ബൈ മ്യൂ. അപ്പാരൻറ്റ് ഡെപ്ത് ഇസ് ഈക്വൽ ടു റിയൽ ഡെപ്ത് ബൈ മ്യൂ. ഓക്കെ ആണല്ലോ? ശ്രദ്ധിക്കുക, ഇവിടെ അപ്പാരൻറ്റ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? റിയൽ ഡെപ്ത് ആണ് അല്ലേ? സോ നമുക്കറിയാം റിയൽ ഡെപ്ത്, ഒരു സൈഡിൽ നിന്നുള്ള റിയൽ ഡെപ്ത് എക്സ് ആയിക്കോട്ടെ, അടുത്ത് നിന്നുള്ളത് L മൈനസ് എക്സ് ആയിക്കോട്ടെ. അപ്പോൾ ഈ സൈഡിൽ നിന്നുള്ള അപ്പാരൻറ്റ് ഡെപ്ത്, മൊത്തം അപ്പാരൻറ്റ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ വൺ സൈഡിൽ എക്സ് ബൈ മ്യൂ പ്ലസ് L മൈനസ് എക്സ് ബൈ മ്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 അപ്പാരൻറ്റ് ഡെപ്ത്, ഒരു സൈഡ് നോക്കുമ്പോൾ 5ഉം മറ്റേ സൈഡ് നോക്കുമ്പോൾ 3ഉമാണ്. അപ്പോൾ ടോട്ടൽ അപ്പാരൻറ്റ് ഡെപ്ത് എത്രയായി? 5 + 3 8 ആയി അല്ലേ? 5 + 3 8 ആയി. അതായിരിക്കും എന്ത്? ഈ അപ്പാരൻറ്റ് ഡെപ്ത്. ഈ 5 എന്ന് പറയുന്നത് എക്സ് ബൈ മ്യൂ ആണെന്ന് വിചാരിക്കുക.
3 എന്ന് പറയുന്നത് L minus x by mu. അതായത് ടോട്ടൽ അപ്പാരന്റ് ഡെപ്ത് ഇസ് ഈക്വൽ ടു ടോട്ടൽ റിയൽ ഡെപ്ത്. ഓക്കെ ആണല്ലോ. സോ x by mu പ്ലസ് L minus x by mu ഇസ് ഈക്വൽ ടു 8. ഓക്കെ ആണല്ലോ. ഫൈൻ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് x by mu പ്ലസ് L by mu മൈനസ് x by mu ഈക്വൽ ടു 8. സോ വാട്ട് ഹാപ്പൻസ് x by mu വെട്ടിപ്പോയി. or L is equal to 8 mu or 8 into 1.5. This is equal to 12 centimeter. Okay, and so the answer is 12 centimeter. Okay, we are moving to the next question. A microscope is focused on mark on a piece of paper and then a slab of thickness 3 centimeter and refractive index is 1.5 is placed over the mark. How should the microscope be moved so to get the mark in focus again? സോ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മൈക്രോസ്കോപ്പിലൂടെ ഒരു പേപ്പർ നോക്കുകയാണ്. നമ്മൾ അതിന് മുകളിൽ ഒരു ഗ്ലാസ് സ്ലാബ് വയ്ക്കുമ്പോൾ ഒബ്വിയസ്ലി ഇത് മുകളിലേക്ക് കയറും. അപ്പാരന്റ് ഡെപ്ത് മുകളിലായിട്ടാണ് കാണുക. ഓക്കെ ആണല്ലോ. ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇത് ഔട്ട് ഓഫ് ഫോക്കസ് ആയി. ഇനി ഇത് ഫോക്കസ് ചെയ്യണമെങ്കിൽ നമ്മൾ മൈക്രോസ്കോപ്പിന് എന്ത് ചെയ്യണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കുക, ഇവിടെ അപ്പാരന്റ് ഡെപ്ത് ഇസ് ഈക്വൽ ടു ആക്ച്വൽ അല്ലെങ്കിൽ റിയൽ ഡെപ്ത് ബൈ മ്യൂ ആണ് അല്ലേ. റിയൽ ഡെപ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 സെൻറ്റിമീറ്റർ വെച്ചുകൊണ്ടെന്ന് വെച്ചാൽ 3 സെൻറ്റിമീറ്റർ മുകളിലേക്ക് പോയി. സോ റിയൽ തിക്നെസ് ഇസ് 3 ബൈ 1.5. സോ ദിസ് ഇസ് 2 സെൻറ്റിമീറ്റർ. ഓക്കെ ആണല്ലോ. 2 സെൻറ്റിമീറ്റർ. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ബൈ 1.5 എന്ന് പറയുമ്പോൾ സോ ദിസ് ഇസ് 3 ബൈ 2 അല്ലേ. 1.5 എന്ന് പറഞ്ഞാൽ 1.5. സോ ദിസ് ഇസ് 3 ബൈ 2. സോ ദിസ് ഇസ് 2. ഓക്കെ ആണല്ലോ. 2. അപ്പോൾ 2 സെൻറ്റിമീറ്ററിനാണ് കിട്ടിയത്. ഓക്കെ ആണല്ലോ. 2 സെൻറ്റിമീറ്ററിന് കിട്ടിയെന്ന് പറഞ്ഞാൽ വാട്ട് യു ഹാവ് ടു ഡു, 2 സെൻറ്റിമീറ്റർ ഇപ്പോൾ മുകളിലേക്ക് കയറി നിൽക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 സെൻറ്റിമീറ്റർ മുകളിലേക്ക് വീണ്ടും ഉയർത്തിക്കൊണ്ട് പോകണം. സോ ദ ആൻസർ ഇസ് 2 സെൻറ്റിമീറ്റർ അപ്വേർഡ്സ്. 2 സെൻറ്റിമീറ്റർ അപ്വേർഡ്സ്. ഓക്കെ ആണല്ലോ. ആൻസർ ഇസ് 2 സെൻറ്റിമീറ്റർ അപ്വേർഡ്സ്. ഓക്കെ ഫൈൻ. സോ നീന എല്ലാവരും പിന്നെ നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ എവിടെ പഠിക്കുന്നത് അല്ലെങ്കിൽ ഡോപ്പയത്തെ സ്റ്റുഡൻസ് ആരൊക്കെയാണെന്നൊക്കെ എല്ലാവരും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യടാ. എവിടെ നിന്നൊക്കെയാണെന്ന് അറിയാനാട്ടോ. സോ ആക്ച്വലി നമ്മളിപ്പോൾ കുറച്ച് പേരൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. നീമ, അതുപോലെ തന്നെ ഡാലിയ, ഫാഹ, പാർവതി, അങ്ങനെ കുറച്ച് സേതുലക്ഷ്മി, അങ്ങനെ കുറച്ച് ആൾക്കാർ സ്ഥിരമായിട്ട് ക്ലാസ്സിൽ വരുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം മെമ്മറി പവർ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലാത്ത മെമ്മറി പവർ ഐ ക്യാൻ റിമെമ്പർ യുവർ നെയിംസ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒക്കെ പറയും നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് ആൻഡ് എവിടെ പഠിക്കുന്നതെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കമ്മ്യൂണിറ്റി ആവാം അല്ലേ. നമ്മുടെ സ്ഥിരമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് ലെറ്റ്സ് ബി എ കമ്മ്യൂണിറ്റി. ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കാര്യം ചോദിക്കാം, ഐ ഷെയർ മൈ തിങ്സ്. കഴിഞ്ഞ തവണയൊക്കെ നമുക്ക് നല്ലൊരു കമ്മ്യൂണിറ്റിയാണ്. ഐ വാസ് ലൈക്ക് സോ ഹാപ്പി. ഓക്കെ ആണല്ലോ. അപ്പോൾ എവിടെ നിന്നാണ് പറയുക, പ്ലേസും പറയാം, പ്രോപ്പർ സ്ഥലം എവിടെയെന്ന് പറയാം. ഓക്കെ ആണല്ലോ. സോ ഇറ്റ് വിൽ ബി ഗ്രേറ്റ് തിങ്. എല്ലാവരും പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ തേർഡ് ക്വസ്റ്റിനിലേക്ക് വരാം. എ റേ ഓഫ് ലൈറ്റ് ട്രാവലിംഗ് ഇൻ എയർ ഹാസ് വേവ് ലെങ്ത് ലാംഡ, ഫ്രീക്വൻസി എൻ, വെലോസിറ്റി വി ആൻഡ് ഇൻറ്റൻസിറ്റി ഐ. ഇഫ് ദിസ് റേ എൻറ്റേഴ്സ് ഇൻ ടു വാട്ടർ ദെൻ ദീസ് പാരാമീറ്റേഴ്സ് ആർ ഇത് വിച്ച് റിലേഷൻ ഇസ് കറക്റ്റ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ലൈറ്റ് ഏത് മീഡിയത്തിലൂടെ പോയാലും ഫ്രീക്വൻസി റിമെയിൻസ് അൺചേഞ്ച്ഡ്. ഫ്രീക്വൻസി റിമെയിൻസ് അൺചേഞ്ച്ഡ്. ഓക്കെ ആണല്ലോ. ഫ്രീക്വൻസി അൺചേഞ്ച്ഡ് ആവുന്നതുകൊണ്ട് ആൻസർ ബി ആണ്. ദ ഫ്രീക്വൻസി റിമെയിൻസ് അൺചേഞ്ച്. സോ എൻ ഇസ് ഈക്വൽ ടു എൻ ഡാഷ്. ഓക്കെ ആണല്ലോ. ഫൈൻ. അടുത്തത് ഇതും നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ അതേ കാര്യമാണ്. അപ്പാരന്റ് ഡെപ്തിൻ്റെ അതേ ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ അപ്പാരന്റ് ഡെപ്ത് 7 ആണ്. ഇത് 1.5 ആണ്. സോ 7 ബൈ 3 ബൈ 2 ഓർ 14 ബൈ 3 ഓർ ദിസ് ഇസ് 10.5. ആൻസർ ഇസ് 10.5. നേരത്തെ ഇത് അതേപോലെ തന്നെ കേട്ടോ. ഒരു സൈഡ് നോക്കി 5, മറ്റേ സൈഡ് 2. ടോട്ടൽ അപ്പാരന്റ് ഡെപ്ത് 7 ആണ് ബൈ 1.5 ചെയ്താൽ പെട്ടെന്ന് ഉത്തരം കിട്ടും. മനസ്സിലായല്ലോ. 3. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. In total reflection, when the angle of incidence is equal to critical angle for the pair of media of contact, what will be the angle of refraction? മനസ്സിലാക്കാം, ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയിരിക്കും. ബൈ ഡെഫിനിഷൻ അതാണ്. എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഷുഡ് ബി 90 ഡിഗ്രി. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഷുഡ് ബി 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഡാലിയ, ഞാൻ ഡോപ്പ. ഡാലിയ, അപ്പോൾ ഡോപ്പയിൽ എവിടെയാണ്? ക്യാപ്സ്യൂൾ ആണോ, ഹൈബ്രിഡ് ആണോ, നമ്മുടെ റെസിഡൻഷ്യൽ ആണോ? ശ്രീലക്ഷ്മി MP സെൽഫ് സ്റ്റഡിയാണ്. ഗ്രേറ്റ് ശ്രീലക്ഷ്മി. എവിടെ നാട്? സ്ഥലം എന്താ? എവിടെയാണ് നാട് എന്ന് പറയുമോ? പാർവതി ദിനേഷ് ഡോപ്പ ക്യാപ്സ്യൂളാണ്. ഓക്കെ, പാർവതി സ്ഥലം എവിടെയാണ്? മുഹമ്മദ് മുസ്തഫ ഡോപ്പ സ്റ്റുഡൻറ്റ്. ഗ്രേറ്റ്. എവിടെ സ്ഥലം എന്ന് കൂടെ പറയാം, അല്ലെങ്കിൽ ഡോപ്പയിൽ ഏത് കോഴ്സാണെന്ന് കൂടെ പറയാം. ഫൈഹ ഡോപ്പ ക്യാപ്സ്യൂളാണ്. ഗ്രേറ്റ്. മുസ്തഫ പാലക്കാട് ചാലിശ്ശേരി. ഞാൻ പാലക്കാടാണ്, മണ്ണാർക്കാടാണ് കേട്ടോ. ഗൗതം ഇസ് ഹിയർ ഫ്രം മനാമ, ബഹ്റൈൻ. ഓക്കെ, എന്തൊക്കെയാണ് ബഹ്റൈനിലെ വിശേഷം? ബഹ്റൈൻ്റെ സമയം എത്രയായി? നമ്മൾ അതല്ലേ ആദ്യം ചോദിക്കുക. എന്താ ചെയ്യുന്നത്?
ആൻഡ് ഡോപ്പ കോട്ടക്കൽ, as nice one കോട്ടക്കൽ, മലപ്പുറം. ഓക്കെ ആണല്ലോ. പാർവതി സാറിൻ്റെ ഫാമിലി ആരൊക്കെയുണ്ട്? എനിക്കൊരു ഫാദർ, അമ്മ, അച്ഛൻ ആൻഡ് ബ്രദർ കേട്ടോ. നീന 90. ഓക്കെ 90. യെസ്. ഡാലിയ റിപ്പീറ്ററാണ്. ഓക്കെ ആണല്ലോ. ഡാലിയ സ്റ്റിൽ സ്റ്റുഡൻസ് ഏതാ, ലൈക്ക് വാട്ട് റിപ്പീറ്റ്, ഐ മീൻ ഓൺലൈനാണോ ഓഫ്ലൈനാണോ ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് പറയുകയാണെങ്കിൽ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഡ്യൂ ടു ഇൻറ്റേർണൽ റിഫ്രാക്ഷൻ? ഇൻറ്റേർണൽ റിഫ്രാക്ഷൻ കാരണം അല്ലാത്തത് എന്നാണ് ചോദിച്ചുള്ളൂ. മനസ്സിലാക്കുക. ഒപ്റ്റിക്കൽ ഫൈബർ അതെ, മിറാഷ് അതെ, ഡയമണ്ട് അതെ, അല്ലാത്തത് എന്താണ്? അപ്പാരന്റ് ആൻഡ് റിയൽ ഡെപ്ത് ആണ്. ഇതിന് കാരണം എന്താണ്? റിഫ്രാക്ഷൻ ആണ് കേട്ടോ, റിഫ്രാക്ഷൻ ആണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. അടുത്തത് a disk is placed on the surface of a pond and has refractive index 5/3. A source of light is placed 4 meters below the surface of liquid. The minimum radius of disk needed so that light is not coming out. ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ അതേ കാര്യം. ഒരു 4 മീറ്റർ താഴെ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. അവർ പറഞ്ഞത് ഇതിൻ്റെ സോഴ്സ് ഓഫ് ലൈറ്റ് ഇസ് പ്ലേസ് 4 മീറ്റർ. അപ്പോൾ അവർ ചോദിച്ചിട്ടുള്ളത് ഇവിടുന്ന് എത്ര റേഡിയസ് മാറി, ഇതിന്ന് എത്ര റേഡിയസ് മാറുമ്പോഴാണ് ഇത് എന്ത് ചെയ്യുന്നത്, ലൈറ്റ് പുറത്തേക്ക് വരാണ്ടിരിക്കുകയാണ് മിനിമം റേഡിയസ്. കാരണം ഇതിന് തൊട്ട് പുറത്തെത്തി കഴിഞ്ഞാൽ റിഫ്രാക്ട് ചെയ്യും. സോ ദിസ് റേഡിയസ്, അതിന് നമ്മളൊരു ഇക്വേഷൻ ഓൾറെഡി നിങ്ങൾക്ക് തന്നാണല്ലോ. വാട്ട് ഈസ് ഇക്വേഷൻ? ശ്രദ്ധിച്ച്, എവിടെ ഇക്വേഷൻ ഉണ്ട്? എവിടെ ഇക്വേഷൻ? ഇതാണ് ഇക്വേഷൻ. സി ആർ ഇസ് ഈക്വൽ ടു എച്ച് ബൈ റൂട്ട് ഓഫ് മ്യൂ സ്ക്വയർ മൈനസ് 1 കേട്ടോ. ആർ ഇസ് ഈക്വൽ ടു എച്ച് ബൈ റൂട്ട് ഓഫ് മ്യൂ സ്ക്വയർ ബൈ 1. R is equal to h by root of mu square minus 1. ഇത് അപ്ലൈ ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ യു ഗെറ്റ് ആൻസർ 3 മീറ്റർ. ഓക്കെ ആണല്ലോ. ചെയ്ത് സമയം കളയുന്നില്ല. ഓക്കെ ഫൈൻ. സാഹത്ത് റിപ്പീറ്റേഴ്സ് ഹൈബ്രിഡ്, ഡാലിയ ഓൺലൈൻ റിപ്പീറ്റർ. ഓക്കെ ഫൈൻ. ഓക്കെ, സോ വി ഹാവ് കംപ്ലീറ്റഡ് ദാറ്റ് വൺ. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു നെക്സ്റ്റ് പാർട്ട്. ലെൻസ് ഉണ്ട്, പ്രിസം ഉണ്ട്, ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. 47 minutes ആൻഡ് ഇനി നമുക്ക് അറൗണ്ട് ഇത്രയും സമയം കൂടെ ഉണ്ട് അല്ലേ. അറൗണ്ട് പകുതി സമയം നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇത്രയും സമയം കൂടെ വേണം, കാരണം റിഫ്രാക്ഷൻ മാത്രമേ കഴിയുള്ളൂ. ഒരുപാട് വേറെ ഇനിയും പറയാനുണ്ട്. ഓക്കെ, ലെറ്റ്സ് കം ബാക്ക് ആൻഡ് ലെറ്റ്സ് ഗോ ടു ദി ലെൻസ് പാർട്ട്. ഓക്കെ, സോ ലെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സർഫസ് ആയിരിക്കും അല്ലേ. 2 റിഫ്രാക്റ്റിംഗ് സർഫസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 2 റേഡിയസ് ഓഫ് കർവേച്ചർ ഉണ്ടാവും. അതുപോലെ തന്നെ 2 ഫോക്കസ് ഉണ്ടാവും. ഓക്കെ ആണല്ലോ. അതിന് ഒപ്റ്റിക്കൽ സെൻറ്റർ ഉണ്ടാവും. അതൊക്കെ എല്ലാവർക്കും അറിയാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതാണ് കോൺവെക്സ് ലെൻസ്, ഇതാണ് കോൺകേവ് ലെൻസ്. ഉള്ളിലേക്ക് കുഴിയുള്ളത് കോൺകേവ് ലെൻസ്, പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കോൺവെക്സ് ലെൻസ്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഓക്കെ, ഇനി എന്തൊക്കെ ടൈപ്പ് ലെൻസ് ആണുള്ളത്? നമുക്ക് ടൈപ്സ് ഓഫ് ലെൻസിൽ തിൻ ലെൻസ് ഉണ്ട്, അതുപോലെ തന്നെ തിക്ക് ലെൻസ് ഉണ്ട്. ഓക്കെ, അതാണ് നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, ദിസ് ഈസ് എ തിക്ക് ലെൻസ്, ദിസ് ഈസ് എ തിൻ ലെൻസ്. ഇതൊരു തിൻ ലെൻസാണ്, അതുപോലെ ഇതൊരു തിക്ക് ലെൻസാണ്. ആദ്യം പഠിക്കാൻ പോകുന്നത് ബൈ കോൺവെക്സ് ലെൻസ് ആണ്. കണ്ടല്ലോ, 2 ഇതിന്ന് വെട്ടിയെടുക്കുമ്പോൾ കിട്ടുന്നതാണ് എന്ത്, ഒരു ബൈ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് എ ബൈ കോൺവെക്സ് ലെൻസ്. പിന്നെ ഉള്ളതാണ് എന്ത്, പ്ലെയിനോ കോൺവെക്സ് ലെൻസ്. കണ്ടോ, ഇങ്ങനെ വെട്ടിയെടുക്കുന്നതാണ് എന്ത്, പ്ലെയിനോ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് കോൺകേവോ കോൺവെക്സ് ആൻഡ് കോൺവെക്സോ കോൺകേവ്. ഇതാണ് ഒരു സൈഡ് ഇങ്ങനെ വരയ്ക്കുക, ഇതാണ് കോൺകേവോ കോൺവെക്സ്. ഇത് കോൺകേവ് സർഫസ് ആണ്, ഇത് കോൺവെക്സ് സർഫസ് ആണ്. ഇതാണ് കോൺവെക്സോ കോൺകേവ്, ഇത് കോൺവെക്സ് ആണ്, ഇത് കോൺകേവ് ആണ്. നമ്മൾ കോൺകേവോ കോൺവെക്സ് ആണോ കോൺവെക്സോ കോൺകേവ് ആണോ എന്ന് പറയുന്നത് ഫസ്റ്റത്തെ റിഫ്ലക്റ്റിംഗ് സർഫേസ് നോക്കിയിട്ടാണ്. ലെഫ്റ്റ് നിന്ന് നോക്കാം, ലെഫ്റ്റ് സൈഡ്, കാരണം ഒരാൾക്ക് റൈറ്റ് നോക്കാം, മറ്റൊരാൾക്ക് ലെഫ്റ്റ് നോക്കാം. ലെഫ്റ്റ് നിന്ന് നോക്കുമ്പോൾ നീ കാണുന്ന സർഫസ് ഏതാണ് അതിനെ ബേസ് ചെയ്താണ് പറയാം. ഇവിടെ ലെഫ്റ്റ് നോക്കുമ്പോൾ ആദ്യം കാണുന്നത് കോൺകേവ് ആണ്. സോ ദിസ് ഇസ് കോൺകേവോ കോൺവെക്സ്. ഇത് ലെഫ്റ്റ് നോക്കുമ്പോൾ ആദ്യം കാണുന്നത് കോൺവെക്സ് ആണ്. സോ ഇറ്റ് ഈസ് കോൺവെക്സോ കോൺകേവ്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇതാണ് ബൈ കോൺകേവ് ലെൻസ് കേട്ടോ, ബൈ കോൺകേവ് ലെൻസ്. ആൻഡ് ദിസ് ഇസ് പ്ലെയിനോ കോൺകേവ്. കണ്ടോ, ഒരു സൈഡ് പ്ലെയിൻ ആയിരിക്കും, അതാണ് പ്ലെയിനോ കോൺകേവ്. ഓക്കെ, ജസ്റ്റ് കീ ടേംസിലൂടെ ഒന്ന് പോവുകയാണെങ്കിൽ ശ്രദ്ധിച്ചേ, ഇതാണ് ലെൻസ്. അതിന് ഒരു സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ട്, ഒരു റേഡിയസ് ഓഫ് കർവേച്ചർ ഉണ്ട്, അതുപോലെ 2 ഫോക്കസ് ഉണ്ട്. എഫ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി R/2 അല്ലെങ്കിൽ C/2 ആണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറയുന്നത് എ പോയിന്റ്, ദ മിഡ് പോയിന്റ് ഓഫ് ദ ലെൻസ് ത്രൂ വിച്ച് വെൻ ലൈറ്റ് പാസസ് വിൽ നോട്ട് അണ്ടർഗോ റിഫ്രാക്ഷൻ. വിട്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ പോകും. ലെൻസിലേക്ക് വരുമ്പോൾ വി ആർ സ്റ്റഡിങ് ഓൺലി അബൌട്ട് റിഫ്രാക്ഷൻ, നോട്ട് റിഫ്ലക്ഷൻ. കാരണം അത് 2 സൈഡും ഓപ്പൺ ആണ്. ഓക്കെ ആണല്ലോ, അത് 2 സൈഡിലൂടെയും ലൈറ്റിന് കടന്നു പോവാം. സോ വി ആർ ഓൾവേസ് ടോക്കിംഗ് അബൌട്ട് ദി റിഫ്രാക്ഷൻ. ഓക്കെ, പ്രിൻസിപ്പൽ ആക്സിസ് എന്താണ്? എ ആക്സിസ് വിച്ച് ഇസ് പാസിംഗ് ത്രൂ 2 സെൻറ്റർ ഓഫ് കർവേച്ചർ ഇസ് കോൾഡ് ആസ് പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പേർച്ചർ എന്ന് പറയുന്നത് എന്താണ്?
അപ്പേർച്ചർ ഇസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈ ഒരു കംപ്ലീറ്റ് ഒരു ടേപ്പ് വെച്ചിട്ട് ആ എൻ്റയർ കർവേച്ചറിനെ നീ ടേപ്പ് വെച്ച് അളക്കുകയാണെങ്കിൽ നിനക്ക് കിട്ടുന്ന ഡിസ്റ്റൻസിനെയാണ് അപ്പേർച്ചർ എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഇസ് പ്രിൻസിപ്പൽ ഫോക്കസ്? ഞാൻ പറഞ്ഞല്ലോ, ലൈറ്റ് ആഫ്റ്റർ റിഫ്രാക്ഷൻ വിൽ അപ്പിയർ ടു മീറ്റ് അറ്റ് എ പോയിന്റ് ഓർ ദേ വിൽ ആക്ച്വലി മീറ്റ്. റിഫ്രാക്ഷൻ കഴിഞ്ഞ ലൈറ്റ് ശരിക്കും കൂട്ടിമുട്ടുകയോ അല്ലെങ്കിൽ കൂട്ടിമുട്ടാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇറ്റ്സ് അബൌട്ട് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഓക്കെ ആണല്ലോ, ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഓക്കെ, ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറഞ്ഞാൽ ഫോർമുല എന്താണെന്ന് പഠിച്ചാൽ മതി. ഇതാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ലെൻസ് മേക്കേഴ്സ് ഫോർമുല ശ്രദ്ധിക്കുക, കണ്ടോ? മ്യൂ എൽ എന്ന് പറഞ്ഞത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് ആണ്. മ്യൂ എം ഇസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം. ഓക്കെ ആണല്ലോ. ആൻഡ് R2 എന്ന് പറയുന്നത് ശ്രദ്ധിക്കാം, ഇവിടെ R2 എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലുള്ളതാണ്. ഓക്കെ ആണല്ലോ, ലെഫ്റ്റ് സൈഡിലുള്ള അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ R2 എന്നും റൈറ്റ് സൈഡിലുള്ളതിന് R1 എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 1/f is equal to mu minus 1 into 1/R1 minus 1/R2. And what is mu? Mu is equal to refractive index of lens divided by refractive index of medium. Mu is equal to refractive index of lens divided by refractive index of medium. Time 7:50 ആണ് സാർ. ഗ്രേറ്റ്. അപ്പോൾ നിനക്ക് കുറേ നേരം ഇരിക്കുക അല്ലേ, ബാക്കിയുള്ള കുട്ടികളെ പോലെ അല്ലേ. ഇവിടെ ഇപ്പോൾ എത്രയായി? ഇവിടെ ഈസ് 10:22 അല്ലേ, ഇവിടെ ഇപ്പോൾ 10:22 ആയിട്ടുണ്ട്. ഓക്കെ ഫൈൻ. ഓക്കെ, സോ അത് ഓർത്തിരിക്കുക. ഇനി എഗെയിൻ മാഗ്നിഫിക്കേഷൻ അറിയാം, ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്, പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. പിന്നെ ഓക്കെ, ബൈ കോൺവെക്സ് ഇതാവശ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിക്കോട്ടോ. ഒരു ബൈ കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ, ബൈ കോൺകേവ് ലെൻസ് ആണെങ്കിൽ 1/R1 + 1/R2 എന്നാണ് വരിക കേട്ടോ. പ്ലസ് ആവും ഇടയ്ക്ക്, അത് മാത്രം ജസ്റ്റ് നോട്ട് ചെയ്യാൻ വേണ്ടി എഴുതിയാണ് കേട്ടോ. ബൈ കോൺവെക്സ്, ബൈ കോൺകേവ്. മൂവിങ് ടു മാഗ്നിഫിക്കേഷൻ അറിയാലോ. മാഗ്നിഫിക്കേഷൻ എന്താണെന്ന് അറിയാലോ. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു നല്ലൊരു സാധനമുണ്ട്, സോറി തരാം. മാഗ്നിഫിക്കേഷൻ എൻ്റയർ സമ്മപ്പ് ചെയ്ത് തരാം. മാഗ്നിഫിക്കേഷൻ M is equal to height of the image by height of the object is equal to V/U is equal to F/F plus U is equal to F minus V/F. Magnification M is equal to HI/H is equal to V/U is equal to F/F plus U is equal to F minus V/F. Okay ആണല്ലോ, okay ആണല്ലോ, ഫൈൻ. സോ ദാറ്റ് ഇസ് മാഗ്നിഫിക്കേഷൻ. ഓക്കെ ഫൈൻ. അടുത്തത് റൂൾസ് ഫോർ ഇമേജ് ഫോർമേഷൻ ആണ്. അതിന് ഇമേജ് ഫോർമേഷൻ ഞാൻ ഓരോന്നോരോന്നായിട്ട് വരയ്ക്കുന്നില്ല, ഞാൻ പറയില്ല, അതിന് ഒരുപാട് ടൈം എടുക്കും എന്നുള്ളതുകൊണ്ടാണ്. സോ ജസ്റ്റ് നമ്മൾ മറ്റേ പഠിച്ച പോലെ തന്നെ നിങ്ങൾക്കറിയാം അല്ലേ, ജസ്റ്റ് എല്ലാ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്. ഇൻഫിനിറ്റി എന്നാണെങ്കിൽ ഇവിടെ വന്ന് മുട്ടും. പിന്നെ നിങ്ങൾ ഓരോ പൊസിഷനിൽ നോക്കുക കേട്ടോ. 2F വയ്ക്കുമ്പോൾ 2F തന്നെ കിട്ടും. ഇതിങ്ങനെ വരച്ചിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. സോ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, നിങ്ങൾക്ക് പിന്നെ യൂസ് ചെയ്യാം. ഓരോ സ്ഥലത്ത് എന്താണ് ഇൻഫിനിറ്റിയിലാകുമ്പോൾ ഫോക്കസിൽ കിട്ടും. ഇൻഫിനിറ്റിക്കും 2F ഇടയ്ക്കാണെങ്കിൽ F-നും 2F ഇടയ്ക്ക് കിട്ടും. അതുപോലെ 2F ലാണെങ്കിൽ 2F കിട്ടും. ഓക്കെ, ഇത് പറയാൻ നിന്നാൽ കുറേ നേരം എടുക്കും. ആൻഡ് ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എല്ലാവർക്കും കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇടത്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇറ്റ്സ് മീ സാഗർ. ഞാൻ ഡോപ്പ ബോയ്സ് റെസിഡൻഷ്യലാണ്. ഗ്രേറ്റ് സാഗർ. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ്. ഓ താങ്ക് യു സോ മച്ച്. ഇന്നിപ്പോൾ എത്രയായി? 21st ആയി. ബർത്ത്ഡേ കഴിഞ്ഞ് 10 ദിവസമായി. സ്റ്റിൽ ഇഫ് ഐ ഗെറ്റ് എ വിഷ് ഐ ആം സോ ലക്കി, ഐ ഷുഡ് സേ ദാറ്റ്. ഓക്കെ ഫൈൻ. ഓക്കെ, ഇനി ലെൻസ് ഇമേജ് ഫോർമേഷൻ ഉണ്ട്. സോറിടാ, ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് വൺ ഇതാണ് കേട്ടോ. ഇൻഫിനിറ്റി എന്ന് വരികയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഫോമിങ് അറ്റ് ഫോക്കസ്. ഓക്കെ ആണല്ലോ. നേച്ചറും കാര്യങ്ങളും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഇത് നോക്കിയാൽ മതി കേട്ടോ, എല്ലാം ഇതിനകത്തുണ്ട്. അതുപോലെ 2F ബിയോണ്ട് ആണെങ്കിൽ യു വിൽ ഗെറ്റ് ബിറ്റ്വീൻ F ആൻഡ് C. അതുപോലെ തന്നെ അറ്റ് 2F1 ആണെങ്കിൽ യു വിൽ ഗെറ്റ് അറ്റ് 2F2. അതുപോലെ ഇഫ് ബിറ്റ്വീൻ F1 ആൻഡ് 2F1 ആണെങ്കിൽ യു വിൽ ഗെറ്റ് ഇറ്റ് ബിയോണ്ട് 2F1. അതുപോലെ ഇഫ് ഇറ്റ് ഈസ് അറ്റ് F1 യു വിൽ ഗെറ്റ് ഇറ്റ് അറ്റ് ഇൻഫിനിറ്റി. അതുപോലെ ഇനി അടുത്തത് ഇതല്ലേ. ഓക്കെ, ഇനി 2F1 ഇനി ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് ഒപ്റ്റിക്കൽ സെൻറ്റർ ആണെന്ന് വിചാരിക്കാം. ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് ഒപ്റ്റിക്കൽ സെൻറ്റർ ആണെങ്കിൽ യു വിൽ ഗെറ്റ് ഇറ്റ് ബിയോണ്ട് 2F1 ആൻഡ് ഇറ്റ് വിൽ ബി എ വിർച്വൽ ഇമേജ്. ഓക്കെ ആണല്ലോ. ഞാനിത് പെട്ടെന്ന് സ്വൈപ്പ് ചെയ്ത് പോകുന്നത് വേറെ ഒന്നുമല്ല, നമുക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് പ്രിസം ഒക്കെ വരുമ്പോൾ കുറച്ച് നന്നായിട്ട് പറയാനുണ്ട് കേട്ടോ. ഇമേജ് ഫോർമേഷൻ എല്ലാവർക്കും അറിയാലോ. ഞാനിതിങ്ങനെ സ്പീഡ് പറഞ്ഞു തന്നുകൊണ്ട് പ്രശ്നമുണ്ടോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയോ, കുഴപ്പമില്ലാന്നൊരു മെസ്സേജ് ഇട്ടാൽ മതി. അല്ലെങ്കിൽ പ്രശ്നം നിർത്തി പറയണമെങ്കിൽ നിർത്തി പറയാം. പക്ഷേ അവസാനം ഞാൻ ഓടിക്കേണ്ടി വരും. 1.5 മണിക്കൂറിൽ ചാപ്റ്റർ തീർക്കണം എന്നുള്ളത് മാത്രമാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. ഇനി ഇമേജ് ഫോർമേഷൻ ബൈ കോൺകേവ് ലെൻസ് ആണ്. ശ്രദ്ധിച്ചോ, കോൺകേവ് ലെൻസിലാണെങ്കിൽ ഇൻഫിനിറ്റി എന്നാണ് വരുന്നതെങ്കിൽ ഇറ്റ് വിൽ ഫോം അറ്റ് ഫോക്കസ്. ഇൻഫിനിറ്റിയിലാണ് വരുന്നതെങ്കിൽ ഇറ്റ് വിൽ ഫോം അറ്റ് ഫോക്കസ്. ഓക്കെ ആണല്ലോ. അതുപോലെ ഇഫ് ഇറ്റ് ഇസ്
എനിവെയർ ബിറ്റ്വീൻ ഓക്കെ ആണല്ലോ 2f1 2f2 f1 ഇടയിലാണെങ്കിൽ അല്ല ഫോക്കസിന് ഇതിനും ഇടയിലാണെങ്കിൽ ദി ഇമേജ് ഇസ് ഫോംഡ് അറ്റ് വേർ ഇമേജ് ഇസ് ഫോംഡ് അറ്റ് if the object is between 2f2 and f1 the image is formed between f and o and it is a virtual image കാരണം ഇത് വിർച്വൽ ആണ് കാരണം ഞാൻ പറഞ്ഞു രണ്ടെണ്ണം ഒരുമിച്ച് കൂട്ടിമുട്ടിയാലേ റിയൽ ഇമേജ് കിട്ടുള്ളൂ വിർച്വൽ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടെണ്ണം കൂട്ടിമുട്ടരുത് ഇവിടെ രണ്ടെണ്ണം ശരിക്കും ഇത് ഒരുപാട് കുട്ടികൾ എന്നോട് തർക്കിക്കാറുണ്ട് സർ ഇത് റിയൽ ഇമേജ് അല്ലേ ശ്രദ്ധിക്കാം ഇവിടെ ഒന്ന് കൂട്ടിമുട്ടുന്നുണ്ട് ഒന്ന് മാത്രം പോകുന്നുണ്ട് രണ്ടാമത്തത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് കൂട്ടിമുട്ടുന്നത് ഇറ്റ് ഈസ് അപ്പിയർ ടു കൂട്ടിമുട്ടൽ ഇത് ശരിക്കും കൂട്ടിമുട്ടുന്നില്ല ഇറ്റ് അപ്പിയേഴ്സ് ടു കൂട്ടിമുട്ടൽ അല്ലേ അതുകൊണ്ട് ഇത് വിർച്വൽ ആണ് ഓക്കെ മൂവിങ് ഓൺ ടു പവർ പാർട്ട് പവർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ പവർ എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് ഇൻ മീറ്റർ ആണ് വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു 100/cm യൂണിറ്റ് ഈസ് ഡയോപ്റ്റർ ഓക്കെ ആണല്ലോ നോ പ്രോബ്ലം ഗ്രേറ്റ് ഓക്കെ നിങ്ങൾ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ് അഡാപ്റ്റ് ചെയ്യുന്നത് വേറെ ഒന്നുമില്ല അങ്ങനെ അഡാപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ അറിയോ ഒരു കാര്യം എല്ലാം വേണമെന്ന് വാശി പിടിക്കാണ്ടിരിക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്ത് പറയാനും ഇതേപോലെ എളുപ്പം ഇപ്പോൾ പവറിനെ കുറിച്ച് ഞാൻ ബെൻഡിങ് ഓഫ് ദ റേ ആണെന്നൊക്കെ പറയാം ഒരു കാര്യമില്ല അതിൻ്റെ കൺസെപ്റ്റ് മേക്സ് നോ സെൻസ് ടു യു അതുപോലെ തന്നെയാണ് മുന്നത്തെ കാര്യം എല്ലാ ബുക്കിലുള്ള കാര്യമാണ് എൻ്റെ എവ്രി വൺ നോസ് ഇറ്റ് ബട്ട് സ്റ്റിൽ പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറയും ഒരുപാട് സാർമാരെയും കണ്ടിട്ടുണ്ട് ആരെയും കുറ്റം പറയുന്നില്ല ഇതൊക്കെ എടുക്കുമ്പോൾ നീട്ടി വലിച്ചെടുക്കും ഓരോന്നിൻ്റെ മെക്കാനിസം ഒക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ചാപ്റ്റർ 7 മണിക്കൂറാണെങ്കിൽ 5 മണിക്കൂർ അങ്ങനെ എടുക്കും എന്നിട്ട് ലാസ്റ്റ് 2 മണിക്കൂറിൽ ഓടിച്ചു വിട്ട് ഒപ്റ്റിക് ഇൻസ്ട്രുമെൻസും പ്രിസം നിർക്കും എനിക്കൊക്കെ എടുക്കുമ്പോൾ മെജോറിറ്റി അങ്ങനെ ആയിരുന്നു കാരണം ഈ പവർ ലെൻസ് എത്തുന്നവരൊക്കെ നല്ല അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും എന്താ രസം നല്ല ചാപ്റ്റർ ഇതേപോലെ തീർക്കുക ലെൻസ് അങ്ങ് കഴിയുന്നു അടുത്തൊരു പീരീഡോ 2 പീരീഡോ കഴിയുമ്പോഴേക്കും ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ എന്താ പോകുന്നൊരു പിടുത്തമല്ല ഓക്കെ സോ ഞാനത് നിങ്ങൾക്ക് വരരുതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഓക്കെ സോ പവർ ഓഫ് ലെൻസ് കഴിഞ്ഞു ഇനി വി ആർ മൂവിങ് ഇൻ ടു കോമ്പിനേഷൻ ഓഫ് ലെൻസ് ഓക്കെ ആണല്ലോ കോമ്പിനേഷൻ ഓഫ് ലെൻസ് എഗെയിൻ വി ആർ ഗോയിങ് ഇൻ ഡീറ്റെയിൽ ശ്രദ്ധിക്കാം രണ്ട് രീതിയിലാണ് ഉണ്ടാവുക ഒന്നാമത്തത് 2 തിൻ ലെൻസ് അടുത്തടുത്ത് വയ്ക്കാം ഓക്കെ ആണല്ലോ സി വാട്ട് യു ആർ സീയിങ് ഹിയർ ഇസ് 2 തിൻ ലെൻസസ് വിച്ച് ഈസ് പ്ലേസ്ഡ് ഇൻ കോൺടാക്ട് അവർക്കിടയിൽ ഡിസ്റ്റൻസ് ഒന്നുമില്ല ഭയങ്കര അടുത്തായിരിക്കുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കാം അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി എഫക്റ്റീവ് പവർ പി ഈസ് ഈക്വൽ ടു P1 + P2 അതുപോലെ വാട്ട് ഈസ് എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് 1/f1 + 1/f2 1/f1 + 1/f2 ഓക്കെ ആണല്ലോ P is equal to P1 + P2 1/f is equal to 1/f1 + 1/f2 ഓക്കെ ആണല്ലോ ഫൈൻ അടുത്തത് തിൻ കോയാക്സിയൽ ലെൻസസ് ആർ പ്ലേസ്ഡ് അറ്റ് സ്മോൾ ഡിസ്റ്റൻസ് അറ്റ് സെപ്പറേഷൻ d അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ 1/f is equal to 1/f1 + 1/f2 - d/f1f2 1/f1 + 1/f2 - d/f1f2 ഓക്കെ ആണല്ലോ ഫൈൻ ഓർ പവർ P is equal to P1 + P2 - P1 P2 d P is equal to P1 + P2 - P1 P2 d ഓക്കെ ആണല്ലോ ഇതാണ് ഒരു ചെറിയ സെപ്പറേഷൻ ഓക്കെ ആണല്ലോ ഒരു d സെപ്പറേഷൻ ഉണ്ടെങ്കിൽ വരുന്നത് അടുത്തത് ന്യൂട്ടൺസ് ഫോർമുലയാണ് നമ്മൾ മിറർ എടുത്ത സമയത്ത് ന്യൂട്ടൺസ് ഫോർമുല പറയുന്നുണ്ടായിരുന്നു ആൻഡ് വി ആർ സ്പീക്കിംഗ് അബൌട്ട് ദി ന്യൂട്ടൺസ് ഫോർമുല ഇൻ വ്യൂ ഓഫ് ലെൻസ് അപ്പോൾ ഒബ്ജക്റ്റും ശ്രദ്ധിക്കുക ഇവിടെ ഒബ്ജക്റ്റും ഫോക്കസിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് x1 ആണെങ്കിൽ ഫസ്റ്റ് ഫോക്കസ് ലെഫ്റ്റ് സൈഡിലെ ഫോക്കസ് ആണ് പറയുന്നത് അതുപോലെ ഇമേജും സെക്കൻഡ് ഫോക്കസും തമ്മിലുള്ള ഡിസ്റ്റൻസ് x2 ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മാത്രം f is equal to root of x1 x2 f is equal to root of x1 x2 ഇതാണ് എന്ത് നമ്മളുടെ ന്യൂട്ടൺസ് ഫോർമുല എന്ന് പറയുന്നത് ദിസ് ഇസ് നോൺ ആസ് ന്യൂട്ടൺസ് ഫോർമുല ഓക്കെ ആണല്ലോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്നുകൂടെ ഒരു കടുങ്കൈയും കൂടെ ചെയ്യാണ് കോമ്പിനേഷൻ ഓഫ് ലെൻസസ് ആൻഡ് മിറേഴ്സ് ഓക്കെ ആണല്ലോ okay combination of lenses and mirrors അപ്പോൾ ഇതിൽ I am going to first topic which is silvering of lens okay ആണല്ലോ silvering of lens എന്ന് പറഞ്ഞാൽ ഒന്നും കേട്ട് പേടിക്കണ്ട silvering of lens എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഒരു ബൈ കോൺവെക്സ് ലെൻസ് എടുത്തിട്ട് അതിൻ്റെ ഒരു ലെൻസിൽ ഒരു സൈഡിൽ ഞാൻ നൈസായിട്ട് എന്ത് ചെയ്യാണ് കുറച്ച് കോട്ടിങ് അടിക്കുകയാണ് സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് റിഫ്ലക്റ്റീവ് ഇപ്പോൾ ഇതെന്തായി റിഫ്ലക്റ്റീവ് ആയി അല്ലേ സോ വാട്ട് ഹാപ്പൻസ് ശ്രദ്ധിക്കുക നൗ ദിസ് കുഡ് ബി സ്പ്ലിറ്റഡ് ഇൻ ടു 2 മിറേഴ്സ് ഒന്ന് ഒരു ഇൻഡിപെൻഡൻറ്റ് കോൺവെക്സ്
പ്ലസ് അടുത്തതെന്ന് പറയുന്നത് എന്താണ്, ഒരു പ്ലെയിൻ മിറർ. ഓക്കെ ആണല്ലോ. സോ യു ഗെറ്റ് 2 മിറേഴ്സ് അല്ലേ, ഒരു ഇൻഡിപെൻഡൻറ്റ് കോൺവെക്സും അതുപോലെ തന്നെ ഒരു പ്ലെയിൻ മിററും കിട്ടും. ഓക്കെ ആണല്ലോ. സോ ദിസ് ഈസ് ബേസിക്കലി സിൽവറിങ്. അപ്പോൾ ഈ സിൽവറിങ് നടത്തുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ഇസ്, മനസ്സിലാക്കേണ്ടത് പവർ, ടോട്ടൽ പവർ ഇസ് ഈക്വൽ ടു 2 ടൈംസ് പവർ ഓഫ് ലെൻസ് പ്ലസ് പവർ ഓഫ് മിററാണ് സംഭവിക്കുക. ഇതിനുള്ള റീസൺ ഒന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ഇത് പഠിച്ചാൽ മതി. 2 ടൈംസ് പവർ ഓഫ് ലെൻസ് പ്ലസ് പവർ ഓഫ് മിറർ. അതുപോലെ വാട്ട് ഈസ് ദ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത്, എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് എഫ് ഇസ് ഈക്വൽ ടു ആർ ബൈ 4mu minus 2. 4mu minus 2. വലിയ ഹെക്റ്റിക് ആയിട്ടുള്ള ഡെറിവേഷൻസ് വേണ്ട സാധനമാണ്, ഇതൊന്നും വേണ്ട. ഐ എം ജസ്റ്റ് മേക്കിംഗ് യു സിമ്പിൾ ഫോർ യു. ഒരു സൈഡ് മിറർ ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് എ പവർ, വാട്ട് ഈസ് എ ഫോക്കൽ ലെങ്ത്. ഓക്കെ. അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് ഉണ്ട്, അത് ഇപ്പം അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, ബട്ട് എന്താണെന്ന് പറഞ്ഞുതരാം. ഒന്നുമില്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് സ്ക്രീൻ, ഇതാണ് ഒബ്ജക്റ്റ്, അവർക്കിടയിലെ ഡിസ്റ്റൻസ് ആണ് ഡി. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കുക ഇതാണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു ആൻഡ് വി ഇസ് ഈക്വൽ ടു ഡി മൈനസ് യു. ഓക്കെ. സോ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് പറയുന്നതാണ്, നിങ്ങൾക്കിത് നീക്കിക്കൊണ്ട് ഈ സ്ക്രീനിൽ ഈ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് പെർഫെക്ഷനിൽ വൃത്തിക്ക് ഭംഗിയായിട്ട് 2 തവണ കിട്ടും. ഓക്കെ ആണ്. ഇത് നീക്കുമ്പോൾ 2 പോയിന്റിൽ നിനക്ക് എന്ത് കിട്ടും, ഇമേജ് വൃത്തിക്ക് കിട്ടും. ഓക്കെ. അങ്ങനെ വൃത്തിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് കിട്ടുന്നത്. ഫോക്കൽ ലെങ്ത് ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ 4t, d square minus x square by 4t, where d is the distance between the object and the screen, where d is the distance between the object and the screen, and x is the distance between ശ്രദ്ധിക്കാം x എന്തായിരുന്നല്ലോ, ഓക്കെ സോറി, എക്സ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഇപ്പോൾ ഇവിടെ നിനക്ക് ആദ്യത്തെ ഒരു ഇമേജ് ക്ലിയർ ആയിട്ട് കിട്ടി, എന്നിട്ട് നീ ഇത് നീക്കി ഇവിടെ കൊണ്ടുപോയി വെച്ചു, അപ്പോൾ നിനക്ക് രണ്ടാമത്തെ ഇമേജ് കിട്ടുന്നത്. അപ്പോൾ ഇതായിരിക്കും ഡിസ്റ്റൻസ് വിചാരിക്കും. സോ അതാണ് എക്സ്. അതായത് ആദ്യം നിനക്ക് കറക്റ്റ് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് ഇമേജ് കിട്ടിയ ഡിസ്റ്റൻസ്, പിന്നെ നീക്കി കൊണ്ടുപോയിട്ട് അടുത്തത് എവിടെ വെക്കുമ്പോഴാണ് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. 2 ടൈംസ് പവർ ഓഫ് ലെങ്ത് പ്ലസ് പവർ ഓഫ് മിറർ. റൈറ്റ്. അപ്പോൾ അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ്. ഓക്കെ ആണല്ലോ. ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് ക്വസ്റ്റ്യനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് ഇക്വേഷൻ ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, അതിൻ്റെ ഇത് നോക്കാം, എന്താ പറയുക, 2 പൊസിഷനിൽ അതിൻ്റെ ഇമേജ് കിട്ടുന്നുണ്ടോ നോക്കുക, ഫസ്റ്റ് തിങ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമേജ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റത്തെ ലെൻസിൽ നിന്ന് എത്ര ദൂരം മാറ്റിയാണ് രണ്ടാമത്തെ കിട്ടുന്നത്, അതുപോലെ തന്നെ ഒബ്ജക്റ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ ആണല്ലോ, അത് മതി കേട്ടോ. ഫൈൻ. സോ ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ്. ഇന്ന് റിപ്പീറ്റേഴ്സ് ആരും കയറിയിട്ടില്ല തോന്നുന്നു അല്ലേ. വാട്ട് ഹാപ്പൻഡ് എന്ന് എനിക്കറിയില്ല. ഇന്ന് വ്യൂ ലിസ്റ്റ് കുറച്ച് കുറവായിരുന്നു. ഇനി എല്ലാവർക്കും കോമ്പി മടുത്തു തുടങ്ങി, അതാണ് എനിക്ക് അറിയേണ്ടത്. കാരണം കുട്ടികളിപ്പോൾ ആദ്യത്തൊക്കെ നല്ല ഞാൻ ആരെയും കുറ്റം പറയുന്നല്ല കേട്ടോ. ഇഫ് യു ആർ സീയിങ് ഇറ്റ് ലേറ്റർ എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയണം. കാരണം നമ്മൾ കോമ്പി തവണ ഭയങ്കര നല്ലതായിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഐ സ്റ്റിൽ റിമെമ്പർ ഫസ്റ്റ് ഡേ 500-600 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. നൗ ഇറ്റ് ഹസ് ഇങ്ങനെ ഭയങ്കര സ്റ്റീപ്പായിട്ട് കുറയാണ്. ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ഹാപ്പനിങ്. മകളെ ക്ലാസ്സിന് വല്ല പ്രശ്നമുണ്ട്, നിങ്ങളൊന്ന് ഓപ്പൺ ആയിട്ട് പറയുമോ, ഇസ് ദർ എനി പ്രോബ്ലം വിത്ത് ദ ക്ലാസ്സിൻ്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും മോശം വരികയാണോ? കാരണം നമ്മൾ ആക്ച്വലി നമ്മളെ തന്നെ ഒന്ന് അസസ് ചെയ്യണമല്ലോ വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളത്. കുട്ടികൾ കയറാത്തതിൻ്റെ റീസൺ എന്താണ്, അല്ലെങ്കിൽ വാട്ട് യു ഫീൽ. ഇപ്പോൾ ഹോസ്റ്റലേഴ്സ്, അതായത് റെസിഡൻഷ്യലിലെ കുട്ടികൾ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർ പറയാം വാട്ട് ഈസ് ഹാപ്പനിങ്, എന്താ പറ്റുന്നത് എന്നുള്ളത്. എനിക്ക് ഭയങ്കര മൊത്തം എൻ്റെ കോമ്പി മാത്രമല്ല എല്ലാവരുടെ കോമ്പിയിലും വ്യൂ കുറവാണ്. സോ ഐ വാസ് ലൈക്ക് എന്ത് പറ്റി കുട്ടികൾക്ക് എന്നുള്ളത്. റിപ്പീറ്റ് എല്ലാവരും കാണുന്നുണ്ട്. ഓക്കെ സ്നോപ്പ് സർ വി ലവ് കോമ്പി. ഓക്കെ ഫൈൻ. സോ ഹാപ്പി. നമ്മൾ കോമ്പി തന്നെ കണ്ടിന്യൂ ചെയ്യാമല്ലോ. ഒരു കുട്ടി കണ്ടാൽ പോലും ഞാൻ ചെയ്യുന്നുണ്ട്. ഷെഡ്യൂൾ ടൈറ്റിൽ ഡെഫിനറ്റ്ലി അതാവും. ഒരുപാട് പേര് ഞാൻ കഴിഞ്ഞ വർഷം ഓർമ്മയുണ്ട് ഈ നീറ്റിനെ അടുപ്പിച്ച് അതെനിക്ക് ഒരുപാട് മെസ്സേജ് വന്നുകൊണ്ടിരുന്നത്. കുട്ടികൾ ഒരുപാട് പേര് കണ്ട് നല്ല റിവ്യൂസൊക്കെ തന്നത്. ഓക്കെ വാട്ട് എവർ, നോ ഇഷ്യൂസ്. നമുക്കിങ്ങനെ പോവാം. നമുക്കുള്ള കുട്ടികൾ ഓക്കെ ആണല്ലോ, നമുക്കത് വെച്ച് ഇങ്ങനെ പോകാമല്ലോ. അടുത്തത് ക്രോമാറ്റിക് അബ്രേഷൻ. ഓക്കെ ആണല്ലോ. ക്രോമാറ്റിക് അബ്രേഷൻ എന്താണ്? ക്രോമാറ്റിക് അബ്രേഷൻ ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാർജിനൽ റേസ്, പ്രാക്സിൽ റേസ് എന്നൊക്കെ പറയുന്ന സമയത്ത് അറ്റത്തുള്ളതും അതുപോലെ അടുത്തുള്ള റേസൊന്നും കറക്റ്റ് ഫോക്കസിലല്ല ഫോക്കസ് ചെയ്യാം. അതുപോലെ തന്നെ റെഡ് വയലറ്റ് റേസിനൊക്കെ ഫോക്കൽ, അതായത് അവരുടെയൊക്കെ വേവ് ലെങ്ത് വ്യത്യാസമായതുകൊണ്ട് അവരുടെ എക്സ്റ്റെൻഡ് ഓഫ് റിഫ്രാക്ഷനിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ കണ്ടോ, വയലറ്റ് ലൈറ്റ് അടുത്ത് ഫോക്കസ് ചെയ്യും, റെഡ് ദൂരെ ഫോക്കസ് ചെയ്യും. അപ്പോൾ ഒരു ഇമേജ് ഫോം ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് സ്ഥലത്തായിരിക്കും എന്തുണ്ടാവുക, ഓരോ ഇമേജ് ഫോം ചെയ്യുക. അതിനാണ് ക്രോമാറ്റിക് അബ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലോ, ക്രോമാറ്റിക് അബ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ മനസ്സിലാക്കാം.
refractive index of lens will be maximum for violet. mu maximum കിട്ടുന്നത് വയലറ്റിനാണ്, അതുപോലെ mu മിനിമം കിട്ടുന്നത് റെഡിനാണ്. അതിൻ്റെ റീസണിലൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല തലപ്പുണ്ടാവും. അത് നമ്മൾ വെലോസിറ്റി, വേവ് ലെങ്ത് അതൊക്കെ കണക്ട് ചെയ്ത് പോകുന്നതാണ് കേട്ടോ. ജസ്റ്റ് മനസ്സിലാക്കുക, മാക്സിമം വേവ് ലെങ്ത് കിട്ടുന്നത് വയലറ്റാണ്, മിനിമം വരുന്നത് റെഡാണ്. നിങ്ങളോടെല്ലാം റിപ്പീറ്റേഴ്സിന് പ്രത്യേകിച്ച് പറയാനുള്ള, അല്ലെങ്കിൽ നീറ്റ് എഴുതുന്നതോട് പറയാനുള്ള ഒരു കാര്യം, വി ആർ ഹിയർ നോട്ട് ടു ബിക്കം ഫിസിക്സ് പ്രൊഫസർ ബട്ട് ടു ബിക്കം എ ഡോക്ടർ. ഞാൻ എൻറ്റയർ റിപ്പീറ്റ് ലൈഫിൽ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, നിനക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ ഉള്ള ഇക്വേഷനും അതിനുള്ള കൺസെപ്റ്റും ആയിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് തിങ്കിങ് ഫെർദർ അബൌട്ട് ഇറ്റ്. കാരണം ആ ഒരു കൺസെപ്റ്റിൽ ഭയങ്കര ക്ലിയർ ആയിരുന്നുള്ളതുകൊണ്ട് നിനക്കൊരു ബെനിഫിറ്റും കിട്ടാൻ പോകുന്നില്ല. മനസ്സിലായോ? ശരിയാണ്, നിനക്ക് കുറച്ച് കൺസെപ്റ്റ് ഉണ്ടെന്ന് ആൾക്കാർ പറയും. അപ്പം എന്നെ പോലെ ഫാക്കൽറ്റി ഒക്കെ ആവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൺസെപ്റ്റുകൾ നല്ല കാര്യമാണ്, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അൺനെസസറി ടൈം സ്പെൻഡിങ് ആണ്. യു ക്യാൻ ഇൻവെസ്റ്റ് ദ ടൈം ഇൻ ടു അനദർ ചാപ്റ്റർ ഇൻ ബയോളജി ആൻഡ് ഗെറ്റ് മച്ച് ബെറ്റർ മാർക്സ് അല്ലേ? അപ്പോൾ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്ത് കളയേണ്ടതാണ് എൻ്റെ ഒരു പേഴ്സണൽ ടേക്ക്. ആൻഡ് ഇറ്റ് ഓൾവേസ് വേരീസ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ചേഞ്ച് ഇറ്റ്, ബട്ട് മൈ ഓൾവേസ് പ്രിഫറൻസ് ഇസ് നോട്ട് ടു ഡു ഇറ്റ്. ഓക്കെ, പിന്നുള്ളതാണ് ലാറ്ററൽ ക്രോമാറ്റിക് അബ്രേഷൻ. ലാറ്ററൽ ക്രോമാറ്റിക് അബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ നമ്മളൊരു സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത്, ഒരു സൈഡിൽ നിന്ന് ലൈറ്റ് വരുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് ലാറ്ററൽ ക്രോമാറ്റിക് അബ്രേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ ഇമ്പോർട്ടൻ്റ് അല്ല, ഞാൻ ജസ്റ്റ് റിപ്പീറ്റേഴ്സിൻ്റെ സ്ലൈഡ്സിൽ നിന്ന് 1-2 കാര്യം കോപ്പി ചെയ്തിട്ടപ്പോൾ കയറി വന്നതാണ്. അതുപോലെ തന്നെയാണ് എ ക്രോമാറ്റിസം. ഓക്കെ ആണല്ലോ. എ ക്രോമാറ്റിസം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ മുന്നേ ഞാൻ പറഞ്ഞു, നമ്മൾ പല ലെൻസ്, പല കളേഴ്സ് പല സമയത്താണ് ഫോക്കസ് ചെയ്യുന്നത്. എ ക്രോമാറ്റിക് ലെൻസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോ, കണ്ടോ, ആ കറക്ഷനൊക്കെ ചെയ്തിട്ട് എല്ലാ കളേഴ്സും ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്യും. അതാണ് എ ക്രോമാറ്റിക് ഗ്ലാസിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ എ ക്രോമാറ്റിസത്തിന് ഒരു തവണ എയിംസിന് ചോദിച്ചുകൊണ്ടാണ് ആഡ് ചെയ്തത്, വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ എ ക്രോമാറ്റിസം? ആൻസർ ഇസ് ω1/ω2 is equal to minus f1/f2. ω1/ω2 is equal to minus f1/f2. ഓക്കെ ആണല്ലോ. സോ ഇത് ആക്സിയൽ ഡീവിയേഷൻ എന്നൊക്കെയാണ് ω1 എന്ന് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ഈ ഒരു ഇക്വേഷൻ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് സിഗ്നിഫൈസ് എ ക്രോമാറ്റിസം. അത് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. ഇത് സിഗ്നിഫൈസ് എ ക്രോമാറ്റിസം. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ 10:40 ആയില്ല, 20 മിനിറ്റ് ഉണ്ട്. എനിക്ക് പ്രിസം ഉണ്ട്, ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്. മക്കളെ ഞാൻ ചെറിയൊരു സജഷൻ തരികയാണെങ്കിൽ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടുമോ? വേറൊന്നുമല്ല, ഞാൻ പോർഷൻസ്, അതായത് എൻറ്റയർ സിലബസ്, അതായത് തിയറി ഫുള്ളൊന്ന് തീർത്തു. പെട്ടെന്ന് റിപ്ലൈ തരണം. ഫുൾ തിയറി ഞാനൊന്ന് വൃത്തിക്ക് തീർത്തോട്ടെ, എന്നിട്ട് ബാക്കിയുള്ള സമയം കൊണ്ട് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് തീർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിലെല്ലാം ഏത് വർഷത്തെ ക്വസ്റ്റ്യൻ ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇഫ് യു നീഡ് യു ക്യാൻ ആക്ച്വലി റെഫർ ഇറ്റ് ഫ്രം ദി ടെക്സ്റ്റ് ബുക്ക് ഓൾസോ. കാരണം വാട്ട് ഡു യു നീഡ്, നിങ്ങൾ എന്താ പ്രിഫർ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു 20 മിനിറ്റ് കൊണ്ട് പ്രോപ്പറായിട്ട് തിയറി തീർക്കാൻ പറ്റും. തിയറി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാൻ പറ്റും. എന്നിട്ട് ക്വസ്റ്റ്യൻസിലേക്ക്, അല്ലെങ്കിൽ ഓരോ ഭാഗത്തും ഈ 2 ക്വസ്റ്റ്യൻ തീർത്താൽ മതിയോ? കാരണം കുറച്ചധികമുണ്ട്. പെട്ടെന്ന് റിപ്ലൈ തരുമോ? സോ ദാറ്റ് ഐ ക്യാൻ ജസ്റ്റ് ചൂസ് ഇറ്റ് വെരി ഫാസ്റ്റ്. എല്ലാം കൂടെ തീരില്ല, അതുകൊണ്ടാണ്. പ്ലീസ്. ഓക്കെ, നോ പ്രോബ്ലം. കാരണം ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും കിട്ടുന്നുണ്ട് അല്ലേ? അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് സെപ്പറേറ്റ് ഒരു സെഷൻ എന്തെങ്കിലും അറേഞ്ച് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അവരോട് നൈസായിട്ട് ഡോപ്പക്കാരോട് പറഞ്ഞിട്ട് ഒരു സെഷൻ കൂടെ കിട്ടുമോ ചോദിച്ചു നോക്കാം. ഓക്കെ, ഫൈൻ. ഓക്കെ, സോ വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് പാർട്ട് വിച്ച് ഇസ് ദ പ്രിസം. കേട്ടോ, നിങ്ങളെ പറ്റിക്കല്ല, ഞാൻ പോർഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പ്രിസം ശ്രദ്ധിക്കാം. പ്രിസം എന്ന് പറഞ്ഞാൽ എന്താ ശ്രദ്ധിച്ചാൽ, പ്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സൈഡിൽ ഒരു ട്രയാങ്കുലർ ഗ്ലാസ് സ്ലാബിനെയാണ് നമ്മൾ പ്രിസം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. പ്രിസത്തിന് ഒരു ആംഗിൾ ഓഫ് പ്രിസം ഉണ്ട്, അതിന് എ എന്നാണ് വിളിക്കുക. ഇറ്റ് ഹാസ് എ ബേസ്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ഇതാണ് സംഭവിക്കുന്നത്, ഒരു ഇൻസിഡൻറ്റ് റേ വരുന്നു, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, റിഫ്രാക്ഷൻ സംഭവിക്കുന്നു, അതുപോലെ എമേർജ് ചെയ്യുന്നു, ദാറ്റ് ഈസ് കോൾഡ് ആസ് എമേർജൻറ്റ് റേ. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് ബേസിക്കലി ഹാപ്പനിങ് ഇൻ റിഫ്രാക്ഷൻ. ഓക്കെ ആണല്ലോ. ഇൻസിഡൻറ്റ് റേ ഇങ്ങനെ പോയി എമേർജ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ഇനി അതിലേക്ക് വരികയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ദിസ് ഈസ് ഇൻസിഡൻറ്റ് റേ, ദിസ് ഈസ് എമേർജൻറ്റ് റേ, this is angle of incidence, this is angle of refraction, this is angle of deviation. ഓക്കെ ആണല്ലോ, അത് ആലോചിച്ചിരിക്കുക. ഇനി 2 ഡീവിയേഷൻ ഉണ്ട്. ഇവിടുന്ന് പോകുമ്പോൾ ഒരു ഡീവിയേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ω1, ദാറ്റ് ഈസ് I - R1. അതുപോലെ രണ്ടാമത്തെ ഒരു ഡീവിയേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് I - R2.
ചോദ്യം വരെ വാട്ട് ഈസ് ദ ടോട്ടൽ ഡീവിയേഷൻ എന്നാണ്. അത് I1 പ്ലസ് I2 മൈനസ് R1 പ്ലസ് R2 ആണ്. ഓക്കെ ആണല്ലോ, I1 പ്ലസ് I2 മൈനസ് R1 പ്ലസ് R2. ഓർ യു ക്യാൻ റൈറ്റ് ഇറ്റ് as ദിസ് ഈസ് ഈക്വൽ ടു I1 plus I2 minus A, where A is the angle of prism. Okay, and I1 plus I2 minus A, where A is the angle of prism. Okay, and that is deviation. Okay, and what is the condition for minimum deviation? This is minimum deviation graph. That is, angle of incidence deviation kornyu varum. Angane oru particular point il minimum deviation adana angle of minimum deviation pinne adu veendum kodum. Anganeyanengil angle of minimum deviation inde samayathu shradhikka, at angle of minimum deviation mu is equal to sin a plus t by 2 by sin a by 2. Okay ആണല്ലോ, ഇതാണ് mu. അതുപോലെ തന്നെ ആ സമയത്ത് what is the deviation എന്ന് ചോദിക്കും. അതായത് minimum deviation is equal to mu minus 1 into a. Minimum deviation എന്ന് പറഞ്ഞാൽ mu minus 1 into a ആണ്. ഓക്കെ ആണ്, minimum deviation എന്ന് പറഞ്ഞാൽ mu minus 1 into a. ഓക്കെ ആണല്ലോ, so that is condition of minimum deviation. ഓക്കെ ആണല്ലോ, ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത് മിനിമം ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം എമർജൻസ്. ഓക്കെ ആണല്ലോ, അതിലേക്ക് അതിന് ഒരു തവണ എയിംസിന് ചോദിച്ചിട്ടുള്ളത് ഗ്രേസിംഗ് എമർജൻസ് ആണ് കേട്ടോ. ഗ്രേസിംഗ് എമർജൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ ഗ്രേസിംഗ് എമർജൻസ്? അപ്പോൾ ഗ്രേസിംഗ് എമർജൻസിൻ്റെത് അതിന് വേണ്ടത് നമ്മളോട് ചോദിക്കുക, വാട്ട് ഈസ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ഗെറ്റ് മാക്സിമം ഡീവിയേഷൻ. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു IG ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് root of mu square minus 1 into sin a minus cos a. ഓക്കെ ആണല്ലോ, അതാണ്. അതായത് സൈൻ ഇൻവേഴ്സ് ഇത്ര ഭാഗം ഇത് ഇൻറ്റു സൈൻ എ, അതൊരു ഭാഗം മൈനസ് കോസ് എ. ഓക്കെ ആണല്ലോ, ഫൈൻ. അടുത്തൊരു കണ്ടീഷൻ നോ എമർജൻസ്. അതായത് കണ്ടോ കയറി പക്ഷെ അത് എമേർജ് ചെയ്യുന്നില്ല. ഓക്കെ, എമർജൻസി വരാണ്ടിരിക്കാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു ഈസി സാധനമാണ്. സൈൻ എ ബൈ 2 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1 by mu, which should be, or ഇതിനെ വേറെ രീതിയിൽ പറയാൻ പറ്റും, സൈൻ എ ബൈ 2 ഷുഡ് ബി ലെസ് ദാൻ മ്യൂ, അങ്ങനെയും പറയാം. സോറി, 1 by sin a by 2 should be less than mu. ഓക്കെ ആണല്ലോ, 1 by sin a by 2 should be less than mu. This is the condition for no emergence. ശ്രദ്ധിക്കുക, നോ എമർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻസിഡൻറ്റ് റേ കൊടുക്കും, പക്ഷെ അത് പുറത്തേക്ക് വരില്ല. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കണം? സൈൻ എ ബൈ 2, സൈൻ ഓഫ് ആംഗിൾ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1 by mu. ഓർത്തിരിക്കുക കേട്ടോ. ഇതൊക്കെ ഇതിനൊന്നും ഡെറിവേഷനിലേക്ക് പോകേണ്ട, ഡയറക്റ്റ് ചോദിക്കും വാട്ട് ഷുഡ് ബി ദി ആംഗിൾ ഓഫ് പ്രിസം ഇഫ് ഫോർ നോ എമർജൻസ് ഇഫ് ദി എന്താ പറയുക, ഇഫ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് 1.5, അങ്ങനെയൊക്കെ ചോദിക്കുക. ഓക്കെ ആണല്ലോ, ഫൈൻ. അടുത്താണ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് അറിയാലോ, ലൈറ്റ് വരുന്നു, തട്ടുന്നു, പല കളറായി സ്പ്ലിറ്റ് ചെയ്യുന്നു, മഴവില്ലാവുന്നു. ഓക്കെ ആണല്ലോ, ദിസ് ഇസ് നോൺ ആസ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് വരുമ്പോൾ ശ്രദ്ധിക്കുക, മാക്സിമം ഡിസ്പേർഷൻ പറ്റുന്നത് വയലറ്റിനാണ്. ബേസിക്കലി വിബ്ജിയോർ എന്ന് പറയില്ലേ, അതുപോലെ ഏറ്റവും താഴെ വി ആയിരിക്കും, BGYOR അങ്ങനെയാണ് പോവുക കേട്ടോ. ഏറ്റവും താഴെ വയലറ്റ് ആയിരിക്കും, മുകളിലേക്ക് വരുന്നതോറും അത് വിബ്ജിയോർ ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ മനസ്സിലാക്കുക, ഹിയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വി ഇസ് ഗ്രേറ്റർ, വയലറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെഡ്. അങ്ങനെ ആകുമ്പോൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഓഫ് വയലറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഓഫ് റെഡ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി വാട്ട് ഈസ് ഡിസ്പേഴ്സീവ് പവർ എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ആംഗുലർ ഡിസ്പേർഷനിൽ അറിയേണ്ട ഒരു കാര്യമുണ്ട്, അതും കൂടെ പറഞ്ഞുതരാം. ആംഗുലർ ഡിസ്പേർഷനിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ആംഗിൾ ഓഫ് പ്രിസം, അതായത് ഇപ്പോൾ mu is the refractive index of violet light, mu r is the refractive index of red, and if a is the angle of prism എന്നാണെങ്കിൽ angle of prism അപ്പോൾ ചോദിക്കും വാട്ട് ഈസ് ദ ആംഗുലാർ ഡിസ്പേർഷൻ. ദെൻ ആംഗുലാർ ഡിസ്പേർഷൻ ഇസ് ഈക്വൽ ടു, അതിനെ നമ്മൾ തീറ്റ എന്നാണ് വിളിക്കുക, ദാറ്റ് ഈസ് ഈക്വൽ ടു mu v minus mu r into a. ഓക്കെ ആണല്ലോ, ആംഗുലാർ ഡിസ്പേർഷൻ തീറ്റ ഇസ് ഈക്വൽ ടു mu v minus mu r into a. അതാണ് ആംഗുലാർ ഡിസ്പേർഷൻ. എല്ലാവർക്കും മനസ്സിലായല്ലോ, ആംഗുലാർ ഡിസ്പേർഷൻ തീറ്റ ഇസ് ഈക്വൽ ടു mu v minus mu r into a, mu v minus mu r into a, mu v minus mu r into a. അതാണ് ആംഗുലാർ ഡിസ്പേർഷൻ. ഓക്കെ ആണല്ലോ, ഫൈൻ. അടുത്താണ് ഡിസ്പേഴ്സീവ് പവർ. ഓക്കെ, ഡിസ്പേഴ്സീവ് പവറിൻ്റെ ഇക്വേഷൻ mu y is equal to mu v plus mu r by 2. ദാറ്റ് ഈസ് ബേസിക്കലി എന്താ പറയുക,
ആവറേജ് ആണ് കേട്ടോ. സോ ഡിസ്പേഴ്സീവ് പവറിന് ഒമേഗ എന്നാണ് വിളിക്കുക. ഒമേഗ ഇസ് ഈക്വൽ ടു മ്യൂ വി മൈനസ് മ്യൂ ആർ ബൈ മ്യൂ വൈ മൈനസ് 1. മക്കളെ നിങ്ങൾ വേറൊന്നും വിചാരിക്കേണ്ട, ഇത് എഴുതി വെക്കുക. ഇതൊന്നും എക്സാമിന് ചോദിക്കുന്ന വളരെ റെയറാണ്. പക്ഷേ സെൻഗേജ് ചെയ്യുന്നവർ, പ്രീവിയസ് എഞ്ചിനീയറിംഗ് പ്രിപ്പയർ ചെയ്യുന്നവർ, JEE പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ഡിസ്പേഴ്സീവ് പവർ എത്രയെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങളോട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വയലറ്റ് ലൈറ്റും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെഡ് ലൈറ്റും തന്നിട്ടുണ്ടാവും. അതുപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അപ്പോൾ നിങ്ങളോട് പവർ ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? മ്യൂ വി മ്യൂ ആർ എന്നാൽ മ്യൂ വി മൈനസ് മ്യൂ ആർ ബൈ മ്യൂ വൈ മൈനസ് 1. ആൻഡ് മ്യൂ വൈ എന്താ? മ്യൂ വി പ്ലസ് മ്യൂ ആർ ബൈ 2. ഓക്കെ ആണല്ലോ? ജസ്റ്റ് ഓർത്തിരിക്കുക, കീപ്പ് ഇൻ മൈൻഡ്. അധികം ഡിഗ് ചെയ്യേണ്ട. ഇതൊക്കെ വളരെ എക്സ്ട്രീമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ലൈക്ക് ജാക്ക്പോട്ട് തിങ്സ്. ഓക്കെ ആണല്ലോ? ഫൈൻ. കോമ്പിനേഷൻ ഓഫ് പ്രിസംസ് ആണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, 2 പ്രിസത്തിന് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഡിസ്പേഴ്ഷൻ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും. ഇത് ന്യൂട്ടൺ കണ്ടുപിടിച്ച ഒരു ടെക്നിക്കാണ്. അതിൽ 2 കണ്ടീഷനാണുള്ളത്. 2 ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഫസ്റ്റ് വൺ ഇസ് ഡീവിയേഷൻ വിത്തൗട്ട് ഡിസ്പേർഷൻ, 2 ഇസ് ഡിസ്പേർഷൻ വിത്തൗട്ട് ഡീവിയേഷൻ. ആദ്യത്തെ കണ്ടീഷൻ പറയാൻ പോകുന്നത് ഡീവിയേഷൻ വിത്തൗട്ട് ഡിസ്പേർഷൻ. ഓക്കെയാണ്? ജസ്റ്റ് ചോദിക്കും വിച്ച് ആർ ദ ഫോളോയിങ് ഇക്വേഷൻ സാറ്റിസ്ഫൈസ് ഡീവിയേഷൻ വിത്തൗട്ട് ഡിസ്പേർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ഇസ് A dash is equal to mu v minus mu r into A by mu v minus mu r minus mu v minus mu r into A by mu v minus mu r. ഓക്കെ ആണല്ലോ? അതാണ് കാര്യം. ഓക്കെ. അല്ലെങ്കിൽ വേറൊരു ഫോമിൽ ചിലപ്പോൾ എക്സാമിന് കൊടുക്കാറുള്ള രീതി കാണിച്ചു തരാം. mu v minus mu r into A plus mu dash v minus mu dash r A dash equal to 0. അപ്പോൾ കുട്ടികൾ ചോദിക്കുക എന്താണിത്? സോ എ എന്ന് പറയുന്നത് ആദ്യത്തെ പ്രിസത്തിൻ്റെ ആംഗിളാണ്. എ ഡാഷ് എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രിസൻ്റ് ആംഗിളാണ്. മ്യൂ വി മ്യൂ ആർ എന്ന് പറയുന്നത് ആദ്യത്തെ പ്രിസൻ്റിലൂടെ പാസ് ചെയ്യുമ്പോഴുള്ള അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സസ് ആണ്. ആൻഡ് മ്യൂ ഡാഷ് ആർ ഡാഷ് എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രിസത്തിലൂടെയാണ്. ഓക്കെ ആണല്ലോ? ഓർത്തിരിക്കുക. അടുത്ത ഡിസ്പേർഷൻ വിത്തൗട്ട് ഡീവിയേഷൻ ആണ് കേട്ടോ. ഡിസ്പേർഷൻ വിത്തൗട്ട് ഡീവിയേഷൻ ആകുമ്പോൾ എളുപ്പമാണ്. എ ഡാഷ് ഇസ് ഈക്വൽ ടു മ്യൂ മൈനസ് 1 ബൈ മ്യൂ ഡാഷ് മൈനസ് 1 ഇൻറ്റു എ മൈനസ് A dash is equal to minus into mu minus 1 by mu dash minus 1 into A. ഓക്കെ ആണല്ലോ? ഓർത്തിരിക്കുക. ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? ഫൈൻ. ഇനി പറയുന്നത് എന്താ വെച്ചാൽ ഇതിൽ നെഗറ്റീവ് സൈൻ എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് ഒരു തവണ APMT-ലോ അല്ല, APMT അല്ല, ഏതാ ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല, എവിടെ ചോദിച്ചിട്ടുണ്ടാകും. ഒരുപാട് കുട്ടികൾ ലൈറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നൊക്കെ പറഞ്ഞത്. എളുപ്പമാണ്. നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് പ്രിസംസ് ആർ അറേഞ്ച്ഡ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. അതായത് ഒരു പ്രിസം ഇങ്ങനെയാണ്, മറ്റേ പ്രിസം തലകുത്തി വെച്ചിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ? ഫൈൻ. ഇനി ക്വസ്റ്റ്യൻസ് ആണ് ആൻഡ് വി ആർ മൂവിങ് ടു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഓക്കെ, ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. വി ആർ അറ്റ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് വി അഗെയിൻ ഹാവ് 13 minutes left. Okay, let's see how far we can go. Let's see. ഓക്കെ, സോ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഓക്കെ, ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. സ്പീഡ് കൂടിയെന്ന് അറിയാം, ബുദ്ധിമുട്ടാണെന്ന് അറിയാം. ഐ എം സോ സോറി. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് തിയറി എല്ലാവർക്കും എത്തിക്കുക എന്നുള്ള ഒറ്റ കാര്യമാണ്. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒരു 10 minutes ഉണ്ടെങ്കിൽ വൃത്തിക്ക് തീർത്തുതരാം. ആൻഡ് റേ ഓപ്റ്റിക്സിലുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒന്ന് ചോദിച്ച് നോക്കി നോക്കാം, എപ്പോഴാണെന്ന് അറിയില്ല, ഐ എം നോട്ട് ഷുവർ. ബട്ട് ഇതിനൊരു തേർഡ് പാർട്ട് ഉണ്ടാവും. നമ്മുടെ എന്താ പറയുക, ജിത്തു ജോസഫൊക്കെ പറയുന്ന പോലെ ഇതിനൊരു എൻ പാർട്ട് കൂടെ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഐ ജസ്റ്റ് ട്രൈ. എന്തായാലും അടുത്തുണ്ടാവുമെന്ന് അറിയില്ല, കാരണം വി ഹാവ് ടൈം ലിമിറ്റേഷൻസ്. അതുകൊണ്ടാണ്. ബട്ട് എന്തെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ഒരു ഫ്രീ ഡേ ഒക്കെ കോമ്പിക്ക് കിട്ടുകയാണ്, അല്ലെങ്കിൽ ഫാക്കൽറ്റീസ് ആരെങ്കിലും ക്യാൻസൽ ആവുകയാണെങ്കിൽ സർ ഓടി ഒന്ന് എടുത്തിട്ട് പോകാം. ഓക്കെ ആണല്ലോ? ഫൈൻ. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാവർക്കും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. മെയിൻ തിങ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു 10 മിനിറ്റോ 12 മിനിറ്റോ സാറ് പറയുള്ളൂ. ആ ഒരു സമയം കൊണ്ട് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ എന്ത് ചോദിക്കുന്നു, അതിന് വേണ്ടി ഇക്വേഷൻസ് എന്താണ് എന്നുള്ളത് പ്രോപ്പറായിട്ട് നിങ്ങൾക്കങ്ങ് പറഞ്ഞു തരും. ഓക്കെ, കുറച്ച് ഇക്വേഷൻസ് എല്ലാവരും കാണുന്നത് ഒരുപാട് ഇക്വേഷൻസ് ഇരിക്കുക, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഇക്വേഷൻസ് ഇല്ല. അതല്ല ചെയ്യുന്നത്, കറക്റ്റ് ഓരോന്നും പഠിക്കാൻ എളുപ്പത്തിലാക്കി തരാം. ഓക്കെ, സോ വി ആർ ഫസ്റ്റ് മൂവിങ് ഇൻ ടു സിമ്പിൾ മൈക്രോസ്കോപ്പ്. സിമ്പിൾ മൈക്രോസ്കോപ്പ്. ഓക്കെ, സിമ്പിൾ മൈക്രോസ്കോപ്പ്. ഓക്കെ ആണല്ലോ? സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കോൺവെക്സ് ലെൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു ഒബ്ജക്റ്റിൻ്റെ വിർച്വൽ ഇമേജ് ഫോം ചെയ്യും. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഓരോന്നിലും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഞാൻ എഴുതാൻ പോവാണ്. ശ്രദ്ധിക്കാം. സോ ഇവിടെ ഡി ഉണ്ട്. ഡി കണ്ടോ? ഡി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
the distance between the image and the object. അല്ല the object and the eye. ഓക്കെ ആണല്ലോ, അതിനാണ് D എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ദ പോയിന്റ്, വാട്ട് ഈസ് ദ മാഗ്നിഫിക്കേഷൻ പവർ? വാട്ട് ഈസ് ദ മാഗ്നിഫിക്കേഷൻ പവർ? മാഗ്നിഫിക്കേഷൻ പവർ ഇസ് ഈക്വൽ ടു D by U. D by U. ഓക്കെ ആണല്ലോ, D by U, where D is the least distance of distinct vision. കാരണം ഇവിടെ യുവും ഡിയും സെയിം ആയി കഴിഞ്ഞാൽ പ്രശ്നമല്ലടാ. ഡി എന്ന് പറഞ്ഞാൽ എന്താ? ദ മിനിമം ഡിസ്റ്റൻസ് അറ്റ് വിച്ച് യു ക്യാൻ സീ ആൻ ഒബ്ജക്റ്റ്. അതിനെയാണ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ട് കാര്യങ്ങളാണ് അറിയേണ്ടത്. ഒന്ന്, വെൻ ഇമേജ് ഇസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. ആദ്യത്തെ കാര്യം, ഇമേജ് ഇൻഫിനിറ്റിയിൽ ഫോം ചെയ്യാണ്. ഓക്കെ ആണല്ലോ, ഇമേജ് ഇൻഫിനിറ്റിയിൽ ഫോം ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ ആണല്ലോ, ഇമേജ് ഇൻഫിനിറ്റിയിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ നിങ്ങളോട് ചോദിക്കുക വാട്ട് ഈസ് ദ മാഗ്നിഫിക്കേഷൻ പവർ എന്നാണ്. ആൻസർ ഇസ് D by F. ആൻസർ ഇസ് D by F. ഇമേജ് ഇൻഫിനിറ്റിയിൽ ഫോം ചെയ്ത് നിങ്ങളോട് മാഗ്നിഫിക്കേഷൻ പവർ ചോദിച്ചാൽ ആൻസർ ഇസ് D by F. അടുത്തത്, രണ്ടാമത്തത്, വെൻ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ, അഥവാ മിനിമം ഡിസ്റ്റൻസ് ഡിയിലാണെങ്കിൽ മാഗ്നിഫിക്കേഷൻ പവർ ഇസ് ഈക്വൽ ടു 1 + D by F. രണ്ട് ഇക്വേഷൻ പഠിക്കുക. ഇൻഫിനിറ്റിയിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ മാഗ്നിഫിക്കേഷൻ പവർ ഇസ് D by F. അതുപോലെ തന്നെ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് മിനിമം ഡിസ്റ്റൻസിലാണെങ്കിൽ 1 + D by F. അല്ല നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് ജസ്റ്റ് മാഗ്നിഫിക്കേഷൻ പവർ ആണെങ്കിൽ മനസ്സിലാക്കുക D by U. ഓക്കെ ആണല്ലോ, ഫൈൻ. ഓക്കെ, അടുത്തത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഇതാണ് സിംഗിൾ മൈക്രോസ്കോപ്പ് കേട്ടോ, ഇതാണ് കോമ്പൗണ്ട്. ഓക്കെ ആണല്ലോ. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഇമേജസ് ഫോം ചെയ്യുന്നതാണ്. സർ പഠിപ്പിക്കുന്നത് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്. വിരോധമില്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിയും കൂടെ പഠിപ്പിക്കാൻ തരാൻ പറ്റുമോ കോമ്പിയിൽ നിന്നാണ്. ഓക്കെ, ഫൈൻ, ഡെഫിനറ്റ്ലി ഐ വിൽ ട്രൈ കേട്ടോ, ഞാൻ ശ്രമിക്കാം. ഓർഗാനിക് അല്ലേ? ആക്ച്വലി നമുക്ക് വി ഹാവ് എ ക്ലിയർ കട്ട് ഡിഫറൻസിയേഷൻ ബിറ്റ്വീൻ ദ ഫാക്കൽറ്റീസ് ആയിട്ട്. ഇവിടെ ഐ ആം മോസ്റ്റ്ലി ഇൻ ടു ദ ഫിസിക്സ് ആൻഡ് നിങ്ങൾക്ക് തന്നെ അറിയാം ഐ യൂഷ്വലി ടേക്ക് ദി മോസ്റ്റ് ഡിഫിക്കൾട്ട് പാർട്സ് ഓഫ് ഫിസിക്സ് അല്ലേ. നിങ്ങൾക്ക് അതിലൂടെ ഞാനിങ്ങനെ പോവുക ചെയ്യുന്നത്. ഞാനപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് റയോപ്റ്റിക്സ് വേവോപ്റ്റിക്സ് കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബ്ലി ഇനിയിപ്പോൾ സെമി കണ്ടക്ടേഴ്സ് അങ്ങനത്തെ കുറച്ച് ഡിഫിക്കൾട്ട്, പിന്നെ ഫസ്റ്റ് ഇയറിലേക്ക് വരുമ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സ്, അതുപോലെ തന്നെ തെർമോഡൈനാമിക്സ്, വേവ്സ്, അതുപോലെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിലേക്കാണ് ഞാൻ കൂടുതൽ. അപ്പോൾ തന്നെ എനിക്ക് ഓൾമോസ്റ്റ് ഇഷ്ടംപോലെ ചാപ്റ്റേഴ്സ് ലിസ്റ്റിംഗ് വന്നിട്ടുണ്ട്. ഐ വിൽ ഡെഫിനറ്റ്ലി ട്രൈ കേട്ടോ, ഐ വിൽ ഡെഫിനറ്റ്ലി ട്രൈ. നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ദി ബെസ്റ്റ് തിങ് ഇസ് ഈ ഒരു എന്താ പറയുക, വീഡിയോന് താഴെ കമൻ്റ് ആയിട്ട് ഇടുകയാണെങ്കിൽ ഐ കുഡ് ജസ്റ്റ് ഷെയർ ദിസ് ടു ഡോപ്പയത്തെ അതോറിറ്റീസിനോട് പറയാം കുട്ടികളെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. സോ ഐ വിൽ കം. ഏതെങ്കിലും ഒരു ചാപ്റ്ററൊക്കെ ആയിട്ട് ഐ വിൽ ട്രൈ ടു കം കേട്ടോ. ഏതെങ്കിലുമൊക്കെ ചാപ്റ്റർ ആയിട്ട് ഐ വിൽ ഡെഫിനറ്റ്ലി കം. ഷോ. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എഗെയിൻ ശ്രദ്ധിക്കാം. ഈ ഇത് കണ്ടല്ലോ, എന്താണെന്ന് കണ്ടല്ലോ. ആദ്യം ശ്രദ്ധിക്കേണ്ടത് എവിടെയാണ് ഇമേജ്? ഇതാണ് ഇമേജ്. അപ്പോൾ ഇതാണ് UO. ആദ്യം ഒരു ഇമേജ് ഫോം ചെയ്യും, അതാണ് A', B'. ഓക്കെ ആണല്ലോ, A', B'. അപ്പോൾ നിനക്ക് കിട്ടും, അപ്പോൾ കിട്ടുന്ന ഈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ് V0. എന്നിട്ട് ഈ ഇമേജ് വിൽ ആക്ട് ആസ് ആൻ ഒബ്ജക്റ്റ് ഫോർ ദിസ് ഒബ്ജക്റ്റീവ് ലെൻസ്. ഇതാണ് ഐപീസ്, ഇതാണ് ഒബ്ജക്റ്റീവ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് ആണ് UE. എന്നിട്ട് എന്ത് പറ്റും? ആ ഒബ്ജക്റ്റ് ഫോം ചെയ്യുന്നത് ഫോക്കസിലായിരിക്കും. അപ്പോൾ ഇമേജ് ഇൻഫിനിറ്റിയിൽ ഫോം ചെയ്യും. ഓക്കെ ആണല്ലോ, അത് ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 3 ക്വസ്റ്റ്യൻ: മാഗ്നിഫിക്കേഷൻ പവർ, ഇമേജ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി, ഇമേജ് ഫോംഡ് അറ്റ് ലീസ്റ്റ് ഡിസ്റ്റൻസ്. മാഗ്നിഫിക്കേഷൻ പവർ V0 by U0, D by UE. ശ്രദ്ധിച്ച്, അപ്പുറത്ത് D by U മാത്രമായിരുന്നു, ഇവിടെ V0 by U0 ഇൻറ്റു D by UE. ഓർത്ത് വയ്ക്കുക. ഓക്കെ ആണല്ലോ, ഫൈൻ. അടുത്തത് ഫസ്റ്റത്തെ ഫൈനൽ ഇമേജ് അറ്റ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ. ഓക്കെ ആണ്, ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ. അങ്ങനെയാകുമ്പോൾ മാഗ്നിഫിക്കേഷൻ ഇസ് ഈക്വൽ ടു H1 by H, where H1 is the height of the first image. അത് കഴിഞ്ഞ് ഫൈനൽ ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്, അതല്ല. ഓക്കെ ആണല്ലോ, ബൈ ഇൻറ്റു 1 + D by FE, where E is the focal length of നമ്മുടെ ഐപീസ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കും ചിലപ്പോൾ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ട്യൂബ് എന്ന് ചോദിക്കും. ലെങ്ത് ഓഫ് ദ ട്യൂബ് ഇസ് ഈക്വൽ ടു V0 + UE ആണ്. ഇഫ് യു നോ ഇറ്റ് യു നോ, V0 + UE ആണ്. ഇതാണ് എന്ത് ട്യൂബ് ലെങ്ത്. ഓക്കെ. രണ്ടാമത്തത് ഇൻഫിനിറ്റിയിൽ ഇമേജ് ഫോം ചെയ്യണം. ഇമേജ് ഇസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. ഓക്കെ. അപ്പോൾ മാഗ്നിഫിക്കേഷൻ പവർ ഇസ് ഈക്വൽ ടു
h1 by h into 1 plus d by fe പോയി 1 by d by fe and length of the tube is equal to v0 plus fe. ഓക്കെ ആണല്ലോ, ഫൈൻ. ശ്രീ, ഇത്രയുള്ള മൈക്രോസ്കോപ്പ് സിമ്പിളും കോമ്പൗണ്ടും കഴിഞ്ഞു. 4 ഫോർമുല പഠിച്ചല്ലോ, ഫൈൻ. ഓക്കെ ആണല്ലോ, ഫൈൻ. സാർ ബയോയും കെമിസ്ട്രിയും കഴിഞ്ഞ് കോമ്പി എടുത്താണല്ലോ, ഓർഗാനിക് കൂടെ വേണം. ഓ ഷുവർ, ഈ വർഷം കുറച്ച് കഴിയുമ്പോൾ ഞാൻ കയറും കേട്ടോ. ബയോ ഒക്കെ പഠിപ്പിക്കണം എനിക്ക് ഞാൻ ആക്ച്വലി ആ ബയോ ഒക്കെ ചാർട്ട് ചെയ്തിട്ടെടുത്തല്ല, എനിക്ക് ബയോ എടുക്കണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ബയോ എടുത്ത് എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്ക് അറിയണം എന്നുണ്ടായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ടീച്ചിങ് കരിയർ ഐ സ്റ്റാർട്ടഡ് വിത്ത് മാത്തമാറ്റിക്സ് ആൻഡ് ഐ ഡിഡ് ഫിസിക്സ്. ഞാൻ ആ ഒരു ഭാഗത്തിലൂടെ ഇങ്ങനെ പോവാണ്. സോ ഐ വാസ് ലൈക്ക് എപ്പോഴും പഠിക്കുന്നത് MBBS പഠിക്കുന്നത് ഫുൾ ബയോളജി അല്ലേ, അപ്പോൾ കുട്ടികൾക്ക് ബയോളജി പഠിപ്പിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബയോളജി പഠിപ്പിച്ചത്. ആൻഡ് അതിൻ്റെ ക്ലാസ് എങ്ങനെയാണെന്നൊരു ഒരു റിവ്യൂ തരാൻ പറ്റുമോ? ആരാ കണ്ടത്? സാനുവാ പറയും, എങ്ങനെ ക്ലാസ് ഉണ്ടെന്ന് പറയുമോ? ഡെഫിനറ്റ്ലി ബയോളജി ഞാൻ 1-2 ചാപ്റ്റർ ഈ വർഷം റിക്വസ്റ്റ് ചെയ്താലൊന്ന് ആലോചിക്കുന്നുണ്ട്. ഞാൻ തൽക്കാലം ഞാൻ എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സൊക്കെ കഴിയട്ടെ, ദെൻ ഐ വിൽ റിക്വസ്റ്റ്. ഓക്കെ, ഐ വിൽ റിക്വസ്റ്റ് ആൻഡ് ഐ വിൽ ടേക്ക് എ ഫ്യൂ ബയോളജി ചാപ്റ്റേഴ്സ് ഫോർ യു ഓൾസോ. ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എടുക്കാം. കെമിസ്ട്രി ഞാൻ ട്രൈ ചെയ്യാം. ഞാൻ ആക്ച്വലി ഇനോർഗാനിക് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓർഗാനിക് തുടരണ്ട വിചാരിച്ചിട്ട് ലെറ്റ്സ് ട്രൈ ഓൾസോ. ഓർഗാനിക് 1-2 ചാപ്റ്റേഴ്സൊക്കെ കിട്ടുകയാണെങ്കിൽ എടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞു. നെക്സ്റ്റ് വി ആർ മൂവിങ് ഇൻ ടു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു സാധനം പറഞ്ഞുതരാം. ഇതിൽ ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലേ, UEV EFE എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ സൈൻ കൺവെൻഷൻ കൂടെ പറഞ്ഞുതരാം. U0 നെഗറ്റീവാണ്, UE നെഗറ്റീവാണ്, VE നെഗറ്റീവാണ്, മാഗ്നിഫിക്കേഷൻ നെഗറ്റീവാണ്. ഇത്രയാണ് നെഗറ്റീവ് ഉള്ളത്. V0 പോസിറ്റീവാണ്, F0 പോസിറ്റീവാണ്, FE പോസിറ്റീവാണ്, ME പോസിറ്റീവാണ്. ഓക്കെ ആണല്ലോ. അതുപോലെ M0യും നെഗറ്റീവാണ്. ഇത് ഓർത്തിരിക്കുക കേട്ടോ, ഇതെല്ലാം ഓർത്തിരിക്കുക. ഓക്കെ, ഫൈൻ. അടുത്തത് ആസ്ട്രോണോമിക്കൽ ടെലിസ്കോപ്പ്. അടുത്താണ് ആസ്ട്രോണോമിക്കൽ ടെലിസ്കോപ്പ്. എഗെയിൻ ആസ്ട്രോണോമിക്കൽ ടെലിസ്കോപ്പ് ശ്രദ്ധിക്കുക. ഇതിൽ നിങ്ങൾ അറിയിക്കേണ്ടത് വാട്ട് ഇസ് ദ മാഗ്നിഫിക്കേഷൻ പവർ. മാഗ്നിഫിക്കേഷൻ പവർ ഇസ് -f0/UE. മാഗ്നിഫിക്കേഷൻ ഇസ് f0/UE. 2 ക്വസ്റ്റ്യൻ ഹിയർ. ഇൻഫിനിറ്റിയിൽ എന്താണ്, ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്വിഷനിൽ എന്താണ്, ഇത് 2 ചോദിക്കുള്ളൂ. ഇൻഫിനിറ്റിയിലാണെങ്കിൽ ശ്രദ്ധിക്കുക, ഇൻഫിനിറ്റിയിലാണെങ്കിൽ മാഗ്നിഫിക്കേഷൻ ഇസ് ഈക്വൽ ടു -f0/FE ആൻഡ് ലെങ്ത് ഓഫ് ദ ട്യൂബ് ഇസ് FO + FE. ഓക്കെ ആണല്ലോ. അതുപോലെ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്വിഷൻ ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ ഇസ് ഈക്വൽ ടു -f0/UE. ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു -f0/FE ഇൻറ്റു 1 + FE/D. ഓക്കെ ആണല്ലോ, ഫൈൻ. ട്യൂബ് ലെങ്ത് എന്ന് പറയുന്നത് F0 + UE. ഓക്കെ ആണല്ലോ, ഇതാണ് ലെങ്ത്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ദാറ്റ് ഈസ് മാഗ്നിഫിക്കേഷൻ. സോ ഇത്രയേ ഉള്ളൂ, കണ്ടോടാ. വെറും ഒരു 9 ഇക്വേഷൻസ് പ്രോപ്പറായി പഠിക്കുമ്പോഴേക്കും you will be getting the entire things of microscope, compound microscope and astronomical telescope. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി കാസഗ്രെയിൻസ് ടെലിസ്കോപ്പ് ഒക്കെ ഉണ്ട്. അത് ജസ്റ്റ് M is equal to what is the condition for satisfying എന്ന് ചോദിക്കും. ഇതാണ് കാസഗ്രെയിൻസ് ടെലിസ്കോപ്പ് കേട്ടോ, -f0/FE. ഓക്കെ ആണല്ലോ, അതാണ് കാസഗ്രെയിൻസ് ടെലിസ്കോപ്പ്. ഇങ്ങനെ ആയിരിക്കും കാണുന്നുണ്ടാവും, ബട്ട് അത് കണ്ട് അപ്പ് ചെയ്ത് എഴുതിക്കോ. പിന്നെ ഉള്ളതാണ് ഗലീലിയൻ ടെലിസ്കോപ്പ്. ഗലീലിയൻ ടെലിസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ പവർ f0/FE ആണ്. അതുപോലെ തന്നെ ലെങ്ത്ത് F0 + FE ആണ്. ഓക്കെ ആണല്ലോ, ജസ്റ്റ് എക്സ്ട്രാ എഡ്ജിന് വേണ്ടവർക്കാണ് കേട്ടോ. പിന്നെ ഉള്ളതാണ് ഡിഫെക്ട്സ് ഓഫ് വിഷൻ. ഓക്കെ ആണല്ലോ, ലാസ്റ്റുള്ളൊരു ടോപ്പിക്കാണ് ഡിഫെക്ട്സ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. ഹോപ്പ്ഫുള്ളി എനിക്ക് നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള ഒരേ ഒരു ബയോളജി പോർഷൻ ഇതായിരിക്കും, ഡിഫെക്ട്സ് ഓഫ് വിഷൻ. ഓക്കെ, സോ ഡിഫെക്ട്സ് ഓഫ് വിഷനിൽ വി ഹാവ് മയോപ്പിയ. ഓക്കെ, മയോപ്പിയ എന്ന് പറഞ്ഞാൽ എന്താടാ? മയോപ്പിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരെയുള്ള ഒബ്ജക്ട്സ് കാണാൻ ബുദ്ധിമുട്ട്. ഐ ഹാവ് മയോപ്പിയ, എനിക്ക് ദൂരെയുള്ള സാധനം കാണാൻ ബുദ്ധിമുട്ടുണ്ട്. സോ അടുത്തുള്ള കാര്യം കാണാൻ ക്ലിയർ ആയിരിക്കും. ഓക്കെ ആണല്ലോ, ശ്രദ്ധിക്കാം. സോ മയോപ്പിയയിൽ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി മയോപ്പിയയിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ യൂഷ്വലി നമ്മുടെ കണ്ണിൻ്റെ ഇമേജ് ഫോം ചെയ്യുന്നത് റെറ്റിനയിലാണ്. മയോപ്പിയ ഉള്ള ഒരാൾക്ക് എന്ത് പറ്റും, അത് തൊട്ട് മുന്നേ ഫോം ചെയ്യും, അതായത് റെറ്റിനയ്ക്ക് മുന്നേ ഇമേജ് ഫോം ചെയ്യും. അപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ നമ്മളൊരു ബൈ കോൺകേവ് ലെൻസ് കൊടുത്തിട്ട് എന്ത് ചെയ്യും, അതിനെ നീട്ടി അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി വെക്കും. ഓക്കെ ആണല്ലോ, അതാണ് എന്ത് ചെയ്യുന്നത്, മയോപ്പിയയിൽ സംഭവിക്കുന്നത്. ഓക്കെ ആണല്ലോ, അപ്പോൾ നമ്മളിത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കോൺകേവ് ലെൻസാണ്. മയോപ്പിയ യൂസസ് കോൺകേവ് ലെൻസ്. ഓക്കെ ആണല്ലോ, ഫൈൻ. അതുപോലെ ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ദൂരെയുള്ള ഒബ്ജക്ട്സ് കാണാൻ പറ്റും, അടുത്തുള്ളത് കാണാൻ പറ്റില്ല. വയസ്സായ അച്ഛനും അമ്മയ്ക്കൊക്കെ മിക്കവാറും ഉണ്ടാവും, അതായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബൈ കോൺവെക്സ് ലെൻസാണ് യൂസ് ചെയ്യുക. ബൈ കോൺവെക്സ് ലെൻസാണ് യൂസ് ചെയ്യുക. ഓക്കെ ആണല്ലോ, ഫൈൻ. പിന്നെയാണ് പ്രസ് ബയോപ്പിയ. പ്രസ് ബയോപ്പിയ എന്ന് പറഞ്ഞാൽ അടുത്തുള്ളതും കാണാൻ പറ്റില്ല, ദൂരത്തുള്ളതും കാണാൻ പറ്റില്ല, രണ്ടും കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ. സോ അതാണ് പ്രസ് ബയോപ്പിയ എന്ന് പറയുന്നത്. ദൂരമുള്ളതും കാണാൻ പറ്റില്ല, അടുത്തുള്ളതും കാണാൻ പറ്റില്ല. സോ ദാറ്റ്സ് ബേസിക്കലി പ്രസ് ബയോപ്പിയ. ഓക്കെ ആണല്ലോ. പ്രസ് ബയോപ്പിയ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ബൈ ഫോക്കൽ ലെൻസാണ്. അതായത് ഇറ്റ് വിൽ ബി ഹാവിങ് ബോത്ത് കോൺകേവ് കോമ്പോണൻറ്റ് ആസ് വെൽ ആസ് എ കോൺവെക്സ് കോമ്പോണൻറ്റ്. ഓക്കെ ആണല്ലോ, ഫൈൻ. പിന്നെയുള്ളതാണ് അസ്റ്റിഗ്മാറ്റിസം. അസ്റ്റിഗ്മാറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഓർത്തോഗണൽ ഡയറക്ഷൻ, അതായത് ഒബ്ജക്റ്റ് തിരിഞ്ഞായിരിക്കാം. ഈ ഒരു മൗസ് ഇതായിരിക്കും ഇങ്ങനെയല്ലേ കാണുന്നത്. അസ്റ്റിഗ്മാറ്റിസം ഉള്ള ആൾക്ക് ഇങ്ങനെയാണ് കാണാം, ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നുണ്ടാവും, പക്ഷേ ആൾക്ക് ഇങ്ങനെയാണ് കാണാം. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഇസ് നോൺ ആസ് അസ്റ്റിഗ്മാറ്റിസം. അതിന് നമ്മൾ സിലിണ്ട്രിക്കൽ ലെൻസാണ് യൂസ് ചെയ്യുക. സിലിണ്ട്രിക്കൽ ലെൻസാണ് യൂസ് ചെയ്യുക. ഓക്കെ ആണല്ലോ, ഫൈൻ. പിന്നെ നാച്ചുറൽ ഫിനോമിനൻ ഉണ്ട്. യു ഹാവ് റെയിൻബോ ആൻഡ് അതുപോലെ തന്നെ യു ഹാവ് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്, പിന്നെ ബ്ലൂ കളർ ഓഫ് ദ സ്കൈ, റെഡിഷ് അപ്പിയറൻസ്. അതൊക്കെ എല്ലാവർക്കും അറിയാലോടാ, ജസ്റ്റ് അത് ഉണ്ട് മനസ്സിലാക്കുക. സോ അത്രയും കാര്യങ്ങളാണ്. ഞാൻ ആക്ച്വലി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കിയാൽ വന്നു കേട്ടോ. ഐ എം സോ സോറി, ബട്ട് ടൈമിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ദാറ്റ് ഐ ഹാവ് ടു സ്റ്റോപ്പ് അറ്റ് ദിസ് പോയിന്റ്. ബട്ട് ലെറ്റ് മീ ടെൽ യു ദിസ്, യു വിൽ നെവർ വിൻ ഇഫ് യു നെവർ ബിലീവ് അല്ലേ. ഇത് ഈ അടുത്തായിട്ട് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ്, ഞാൻ പറഞ്ഞെങ്കിൽ ഇത് ഞാൻ ഈ ഒരു ചാപ്റ്റർ ഞാൻ ഇവിടെ ഇട്ട് പോവല്ല. ഐ നോ ഐ ഹാവ് ഡിഡ് ഓൺലി 70%, ഒരു 30% ബാക്കി ഉണ്ടെന്ന് അറിയാം. ആൻഡ് ഐ എം എക്സ്ട്രീംലി സോറി. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് ആ ചാപ്റ്റർ തീർക്കണം എന്നുള്ളതുകൊണ്ടും ഈ അപ്പോൾ തിയറി ഫുള്ള് കഴിഞ്ഞു. തിയറി ഫുൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. ഇല്ലെങ്കിൽ ഇതൊന്ന് ആലോചിച്ച് നോക്കി ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എടുത്തിട്ടില്ല. സോ യു ആർ മിസ്സിങ് ഓൾ ദി ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ക്വസ്റ്റ്യൻസേ പോയിട്ടുള്ളൂ അല്ലേ. സോ അങ്ങനെ ഇതാവില്ല. ഓക്കെ ആണല്ലോ. നീ 11:30 വരെ എടുത്തൂടെ. ആക്ച്വലി അവിടെ ഇപ്പോൾ വി ഹാവ് ഡിസൈഡഡ് ടു സ്പ്ലിറ്റ് ഇറ്റ്. ആക്ച്വലി ഒരു ക്ലാസ് കൊണ്ട് ഇപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണുന്ന ആഗ്രഹമാണ്. ഞാൻ കഴിഞ്ഞ വർഷത്തെ കോമ്പി ഞാൻ തന്നെ എടുത്തത്. ആൻഡ് ഈ ക്വസ്റ്റ്യൻസ് സെയിം ആണ്. ഞാൻ സ്ലൈഡ്സ് മാറ്റിയെങ്കിൽ ക്വസ്റ്റ്യൻസ് കീപ്പ് ചെയ്തു, കാരണം ക്വസ്റ്റ്യൻസ് നല്ല ക്വസ്റ്റ്യൻസ് ആണ്. അത് ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട് അവിടെ. സോ യു ക്യാൻ ഡെഫിനറ്റ്ലി ലുക്ക് ഇറ്റ് ഓവർ ദെയർ. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി 1.3 hours ആയില്ലേ. കാരണം വളരെ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ കോമ്പിയുടെ പേർപ്പസ് മീറ്റ് ചെയ്യില്ല. മനസ്സിലായോ? കോമ്പിയുടെ പേർപ്പസ് മീറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. സോ അടുത്തൊരു കാരണം സ്റ്റുഡിയോ ക്ലോസ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഐ എം സോ സോറി നിങ്ങളുടെ ഒരു എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ പറ്റാത്തതിന്. ബട്ട് ഐ ഹാവ് ടു ടെൽ യു ദിസ് വൺ. ഞാൻ എന്തായാലും വരും, ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ എന്തായാലും വരും. യു ഡോണ്ട് ഹാവ് ടു വെറി അബൌട്ട് ഇറ്റ്. ഐ എം സോ സോറി ഓൾസോ. ബട്ട് ഐ ഹോപ്പ് ഐ ഡിഡ് ഇൻ വാട്ട് എവർ ഐ കുഡ്. തിയറി മൊത്തം തീർത്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഉണ്ടാകുന്നത്. ഇനി ഉണ്ടാവാണ്ട് മാക്സിമം ശ്രമിക്കുകയും ചെയ്യാം കേട്ടോ. കുറച്ചുകൂടെ നിങ്ങൾക്ക് തിയറി എന്തായുണ്ട്, ഞാൻ തിയറി കണ്ടൻസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് നിങ്ങളുടെ ആ ഒപ്പീനിയൻ വരണം. ഷുഡ് ഐ കണ്ടൻസ് തിയറി ആൻഡ് ഷുഡ് ഐ ആഡ് ക്വസ്റ്റ്യൻസ് ഓർ ഷുഡ് ഐ ഗോ ലൈക്ക് ദിസ്? തിയറി മാക്സിമം തരിക. മാക്സിമം ഇനിയുള്ള ചാപ്റ്റേഴ്സൊക്കെ തീരും, കാരണം നിങ്ങൾക്ക് അറിയാം റയോപ്റ്റിക്സ് എത്ര വലുപ്പമാണെന്നുള്ളത്. ഓക്കെ ആണല്ലോ. സോ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പാർട്ട് കൂടെ എടുത്ത് ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്യാനും ഞാൻ റെഡിയാണ്. ഐ ജസ്റ്റ് ആസ്ക് ദം ആൻഡ് ലെറ്റ് മീ സി വാട്ട് ക്യാൻ ഐ ഡു. പറ്റുമെങ്കിൽ ഒരു ഭാഗമായിട്ട് ഞാൻ എടുക്കാം. ഓക്കെ ആണല്ലോ. ഐ എം സോ ഹാപ്പി ഫോർ ഡൂയിങ് ഇറ്റ്. സോ ദിസ് ഈസ് ദ തിങ്, യു വിൽ നെവർ വിൻ ഇഫ് യു നെവർ ബിലീവ് അല്ലേ. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വാസം വേണമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു തോട്ട് എന്ന് പറയുന്നത്. സോ വി ഓൾവേസ് സ്റ്റാർട്ട് ദി ക്ലാസ് ആൻഡ് എൻഡ് ദി ക്ലാസ് വിത്ത് എ തോട്ട്. സോ I hope you guys enjoy this session. You guys enjoy the session of Rhyoptics with me. Okay, so chemistry കഴിഞ്ഞാൽ sir boards sir polyphysiology lesson കണ്ടു. Waiting for more classes. Okay, environmental explore environmental chemistry ഒക്കെ സെറ്റ് ആണ്. Okay, fine. Yeah, sure. ഞാൻ എടുക്കാം കേട്ടോ. ഇക്വേഷൻ സ്കിപ്പ് ചെയ്യാണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാം കേട്ടോടാ. ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം തൊട്ട് ഞാൻ അതും കൂടെ ശ്രദ്ധിക്കുക. ഐ വിൽ ബി മോർ കോഷ്യസ് അബൌട്ട് ഇറ്റ്. ഞാൻ രണ്ടും കൂടെ ഈ ചാപ്റ്റർ ഭയങ്കര വലുതായതുകൊണ്ടാണ്, മനസ്സിലായി. അതാണ് ടോട്ടൽ പ്രശ്നം. ഞാൻ റിപ്പീറ്റേഴ്സിനൊക്കെ ഈ ചാപ്റ്റർ 20-24 മണിക്കൂറൊക്കെയാണ് എടുക്കാറ്. ഒരു സമയത്ത് അന്ന് ഒരു ദിവസം കംപ്ലീറ്റ് എടുക്കല, 4 മണിക്കൂറായിട്ട് ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് എടുക്കുക ചെയ്യുക. അപ്പോൾ ഇതൊരു 3 മണിക്കൂറിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാണ്ടാവും ദ എമൗണ്ട് വാസ്റ്റ് വോളിയം ഓഫ് കണ്ടൻസ് ഐ കീപ്പ്. അപ്പോൾ ഇതൊക്കെ ഡിറൈവ് ചെയ്തൊക്കെ വരുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. എനിവേ കുഴപ്പമില്ല. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. എല്ലാവർക്കും നല്ല ചാപ്റ്ററൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. സോ വൺ ഹംബിൾ സജഷൻ ഇസ്, ഇഫ് യു ലൈക്ക് ദി ക്ലാസ് പ്ലീസ് ലീവ് എ കമൻറ്റ് ആൻഡ് പ്ലീസ് ലൈക്ക് ദി വീഡിയോ അല്ലേ. ഞാൻ വേറെ പ്രത്യേകിച്ച് പറയുന്നതല്ല, കാരണം കുട്ടികൾ അത് കണ്ടിട്ടാണ് ചാപ്റ്റർ കാണാൻ വരിക. ലാസ്റ്റ് ടൈം ഒരുപാട് നല്ല കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ഐ എം സോ ഹാപ്പി. ഐ എം സോ താങ്ക് ഫോർ യു ഗൈസ്. So I'm so happy that you guys are commenting for my videos and I'm so happy for that. Okay, Anlo. So do comment for this video also. So you can, as usual, you can always reach out me through my Insta ID. This is Insta ID and this is the
She is the winner of last Combi quiz, biotechnology. Her name is Chandana. So congrats Chandana. So you did it. Okay, Anlo. So അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. We have successfully completed the session. See you in some other class. നാളെ അടുത്ത സെഷൻ തോന്നുന്നു അല്ലേ, വേ ഒപ്റ്റിക്സും കൂടെ ഉണ്ട്. ഓക്കെ ആണല്ലോ. സോ വിൽ സീ ടുമാറോ. അൺടിൽ ആൻഡ് അൺലെസ് ഇറ്റ്സ് എ ഗുഡ് ബൈ, ഗുഡ് നൈറ്റ് ആൻഡ് സ്ലീപ്പ് വെൽ. ഓക്കെ ആണല്ലോ. സോ യാ, താങ്ക് യു കേട്ടോ. കാണാം.